اللهم اغفر لي ذنوبي يا رب العالمين. അൽഹംദുലില്ലാഹ്. വിശുദ്ധമായ റമദാനു ഷരീഫിന്റെ നേർപകുതി പിന്നിട്ട് വിശുദ്ധമായ ബദരീങ്ങളുടെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഈ പുണ്യദിനത്തിൽ ബദരീങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈളി മഹാനവറുകൾ വളരെ വ്യക്തമായി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അൽഹംദുലില്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ. അതിനുശേഷം ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈളി അമ്പലക്കടവ് മഹാനവറുകൾ അല്പസമയമാണെങ്കിലും നമ്മോടൊപ്പം പങ്കുചേർന്നു. അൽഹംദുലില്ലാഹ്. മഹാനവറുകളൊക്കെ ഇന്ന് നമ്മുടെ ഈ ക്ലാസ് റൂമിനോടും നമ്മോടുമൊക്കെ കാണിക്കുന്ന ആത്മാർത്ഥതയും ആ അടുപ്പവും ആ സ്നേഹവും അനുഭവിച്ചറിയാൻ നമുക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ ത്യാഗങ്ങളും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ശത്രുക്കളുടെ ലക്ഷ്യങ്ങളിൽ നിന്നുമെല്ലാം അള്ളാഹു അദ്ദേഹത്തെ സംരക്ഷിക്കുമാറാവട്ടെ. അവന്റെ ഹൈഫുലിലും അവന്റെ ഹിഫുദിലാക്കി അള്ളാഹു സംരക്ഷിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സുന്നി സെന്റർ, സോഹാർ സുന്നി സെന്ററിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അൽ ജസീറ ബാവ ഹാജി അസുഖബാധിതനാണ്. അള്ളാഹു തആല എല്ലാവർക്കും പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. 127 ആളുകൾ ഐഡികൾ പങ്കെടുക്കുന്ന ഒരു ക്വിസ് പ്രോഗ്രാമിനാണ് ഇവിടെ വേദിയാകാൻ പോകുന്നത്. എല്ലാവർക്കും അറിയുന്ന 21 ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് 21 ചോദ്യം. അതിൽ ഞാൻ കറക്റ്റ് ചെയ്തിട്ടില്ല. മിക്സഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ അതിൽ ജനറൽ ആയിട്ടുള്ളതുണ്ട്, ചില കുസൃതികളുണ്ട്, ചില ബുദ്ധി പരിശോധിക്കേണ്ടതുണ്ട്, സംഘടനയുണ്ട്. എല്ലാം കൂടി ഒരു കലകസമാവത്തി അറിഞ്ഞില്ലേ എന്നായി. പ്രൈസ് ഉണ്ടോന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ കിട്ടുന്ന വിവരം തന്നെയാണ് വലിയ പ്രൈസ്. അതിന്റെ വലിയ പ്രൈസ് ഉള്ളോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു തആല ഉയർന്ന സ്ഥാനം നൽകട്ടെ, ഖൈർ പ്രദാനം ചെയ്യട്ടെ. നമ്മളൊരു പാവം, അതുകൊണ്ട് പൈസ ഒന്നും തരാല്ല. അപ്പോ ആരാ മാർക്കിട്? അമീർ സാഹിബേ, ഫസൽ ഫസ് ഒന്നുമില്ലെന്ന്? ഫസൽ ഫസ് ഒന്നുമില്ലേ? ആ ദുആ മതി. ഇൻഷാ അല്ലാഹ്. കുണ്ടൂർ സിദ്ദീഖ് പറഞ്ഞിട്ടുണ്ട്. കുണ്ടൂര് നിങ്ങൾ കൊടക്കല്ല? കുണ്ടൂര് ഞാൻ ചോദിക്കണില്ല. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കിടക്കാം. 21 ചോദ്യമൊക്കെ എപ്പോഴാ ചോദിച്ചു തീരാന്ന് എനിക്ക് തന്നെ അറിയില്ല. തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. എനിക്ക് കൂടുതൽ വിവരമുള്ള ആളൊന്നുമല്ല. ഏതായാലും ഞാൻ അങ്ങനെ ചോദിച്ചു നോക്കാം. നിങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് ആരാണ് മാർക്കിടുന്ന. എന്റെ ക്വിസ് മത്സരം ആരംഭിക്കുന്നതിന്റെ മുമ്പ് എന്റെ ഇതിന്റെ ഷർത്തുകൾ നമ്മൾ പറയാണ്. വൈഷ്തർത്തു അതിൽ ഒന്നാമത്തെ ഷർത്ത്, രണ്ട് ഗ്രൂപ്പായിട്ടാണ് ഇവിടെ. ഒന്ന് പച്ച, ഒന്ന് ബ്ലൂ. കഴിഞ്ഞ മത്സരത്തിൽ ബ്ലൂ ആണ് വിജയിച്ചിട്ടുള്ളത്. അത് പച്ചക്കാർ ഓർക്കണമെന്ന് പച്ചയിൽ ഞാൻ പറയുകയാണ്. ഒന്ന് ഗ്രീൻ, മറ്റൊന്ന് ബ്ലൂ. അപ്പോ ബ്ലൂനാരുള്ളത് ഒരാൾ ഒരു ബ്ലൂ വരട്ടെ. ഒരു ബ്ലൂവിന്റെ ഒരു ചിരിയെങ്കിലും വരട്ടെ. പിന്നെ മറ്റ് ഏത് കളറും പരിഗണിക്കുകയില്ല. പച്ചയോ നീലയോ, മനസ്സിലായില്ലേ? പിന്നെ എന്റെ കമ്പ്യൂട്ടർ വെച്ചിട്ടാണ് ഞാൻ പറയുക. നിങ്ങൾ അത് പറഞ്ഞതിന് ശേഷം ടൈം അടിച്ചാൽ പോലും ഞാൻ എന്ത് ചെയ്യൂല, സ്വീകരിക്കൂല എന്ന് നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ കമ്പ്യൂട്ടർ വെച്ചിട്ട് ഞാൻ പറയും ഇന്ന ആൾക്ക് പോയിന്റ് കൊടുക്കണം. അത് ക്വിസ് മാസ്റ്ററുടെ തീരുമാനം അന്തിമമായിരിക്കും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. മമ്മൂട്ടിയാക്കല്ലേ എവിടേക്കായി മുങ്ങണത്? മുങ്ങിയോലെ നമ്മള് പിന്നെ ഉണ്ടല്ലോ. അപ്പോ തുടങ്ങാലല്ലേ? അതായിരിക്കും എന്റെ കമ്പ്യൂട്ടർ ആയിരിക്കും അന്തിമം. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ചിലപ്പോൾ കുറച്ച് സ്ലോ ഉണ്ടാവും, കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാവും. അതൊന്നും ഇവിടെ പരിഗണിക്കൂല. മുഷ്കിൽ അയ്യോ. അപ്പോ തുടങ്ങാം.
അല്ലേ? തുടങ്ങാം അല്ലേ? ആരാ പോയിന്റ് ഇടുന്നത്? അമീർ സാഹിബ് ആരാ പോയിന്റ് ഇടാനുള്ളത്? ഫസൽ ഫസു ആരാ പോയിന്റ് ഇടുന്നത്? ഫസൽ ഫസു. അയ്യ അള്ളാഹുത്തല ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹുത്തല നല്ല അദ്ദേഹം പിന്നെ ഒക്കെ നല്ലൊരു ചെറുപ്പക്കാരനാണ്, നല്ലൊരു ചെറുപ്പക്കാരൻ കുട്ടിയാണ്. അള്ളാഹുത്തല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ അദ്ദേഹത്തിന്റെ ജോലിയിൽ. അള്ളാഹുത്താല സ്വാലിഹത്തായ ഒരു യുവതിയെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് നമ്മളെ ക്ലാസ് റൂമിൽ, കുറെ ആൾക്കാരുണ്ട് പെണ്ണെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ആൾക്കാർ. ആ ടൈം ആകുമ്പോൾ അത് കിട്ടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അള്ളാഹുത്താല നമ്മളെ ബിസ്സബ് വാഫിയൊക്കെ ഉണ്ട്. അള്ളാഹുത്താല അവർക്കൊക്കെ ഖൈറായ നിലക്കുള്ള കണ്ണും കൽബും കുളിർമയാകുന്ന ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീനും ദുആ ചെയ്യാൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആരംഭിക്കാം അല്ലേ? നമുക്ക് ആരംഭിക്കാം. ആമീനൊക്കെ നല്ല നീളം കൂടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ അതോടൊപ്പം തന്നെ ഒരു ഷർത്ത് പറയാനുള്ളത്, കുസൃതി ചോദ്യത്തിന് ഞാൻ പറയുന്ന ഉത്തരത്തോട് ഞാൻ ഉദ്ദേശിച്ച ഉത്തരത്തോട് യോജിച്ചു വന്നാൽ മാത്രമേ ഞാൻ മാർക്ക് തരികയുള്ളൂ. അതിന് പിന്നെ കച്ചറുണ്ടാക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. പിന്നെ ചില ചോദ്യങ്ങൾക്ക് ഞാൻ വരടും. ആ വരട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെപ്പോ വര വരിക നോക്കട്ടെ ആദ്യട്ടോ. ഞാനൊരു വര അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ശേഷം എന്റെ കമ്പ്യൂട്ടറിൽ കാണുന്നത് ഞാൻ പരിഗണിക്കൂല. മനസ്സിലായല്ലോ? അങ്ങനെ കുത്തുകുത്തുങ്ങാണ് ഇടും ഞാൻ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യൂല, നിങ്ങൾ ആരെന്ത് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല. പിന്നെ എന്റെ കമ്പ്യൂട്ടറിൽ ആ കുത്ത് വന്നതിന് ശേഷം വരുന്ന ഉത്തരം ഞാൻ പരിഗണിക്കുകയില്ല. ഓക്കെ, തുടങ്ങാം. ആർ യു റെഡി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ചോദ്യം പറയുമ്പോൾ മാത്രമാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അതിന്റെ മുമ്പ് നിങ്ങൾ ആൻസർ ചെയ്തിട്ട് കാര്യമില്ല. നേരിട്ട് കുത്തൂല കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഏത് വിഷയത്തിലും നാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് ആരംഭിക്കുകയാണ്. ബിസ്മില്ലാഹ്. നമ്മൾ ഏത് വിഷയത്തിലും നാം മുന്നിൽ വെക്കേണ്ടത്, നമുക്ക് ഏറ്റവും പ്രിയങ്കരമാവേണ്ടത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നമുക്കറിയാം, ബദറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ടു 313ഓളം വരുന്ന സ്വഹാബികളുമായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ നിമിഷങ്ങളും രേഖപ്പെട്ട് കിടക്കുകയാണ്. ഓരോ നിമിഷങ്ങളും. ലോക ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ജനനം മുതൽ എന്നല്ല, ജനിക്കുന്നതിന് മുമ്പുണ്ടായത് വരെ രേഖപ്പെട്ട് കിടക്കുകയാണ്. എന്റെ ചോദ്യം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എന്റെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീന്താൻ പഠിച്ചത് എത്രാമത്തെ വയസ്സിലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീന്താൻ പഠിച്ചത് എത്രാമത്തെ വയസ്സിലാണ്? പല ഉത്തരങ്ങളും വരുന്നുണ്ട്. എന്റെ ചോദ്യം അതാണ്, എത്രാമത്തതിലാണ് എന്നാണ് എന്റെ ചോദ്യം. വളരെ നല്ല നിലയിൽ ഉത്തരം പറഞ്ഞവരുണ്ട്. 12, 6, 8 എന്നൊക്കെ പറഞ്ഞവരുണ്ട്. എങ്കിലും യഥാർത്ഥത്തിൽ ഖുറത്തുൽ ഐൻ എന്ന ഐഡിയിലൂടെ 6ാമത്തെ വയസ്സിൽ എന്നടിച്ചതോടുകൂടെ ഗ്രീനാണ് പോയിന്റ് പോയത്. 6ാമത്തെ വയസ്സിൽ എന്നുള്ളതാണ് ശരി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുക. കാരണം എനിക്ക് സിമ്പിൾ ആയിട്ടുള്ളതേ അറിയുള്ളൂ. 6 എന്ന് പറഞ്ഞവരുണ്ട്, 10 പറഞ്ഞവരുണ്ട്, 5 പറഞ്ഞവരുണ്ട്, 7 പറഞ്ഞവരൊക്കെ ഉണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ നീന്താൻ പഠിച്ചത് 6ാമത്തെ വയസ്സിലായിരുന്നു. 6ാമത്തെ വയസ്സിലായിരുന്നു. പോയിന്റ് ഗ്രീനിന് പോകുന്നു. ഫസ്റ്റ് പോയിന്റ് നേടി. ഗ്രീൻ ഒരു ചുവട് മുന്നിലാണ്. ഇൻഷാ അല്ലാഹ് എന്റെ ചോദ്യം അത് 2ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമുക്കറിയാം, ശ്രദ്ധിക്കണേ, നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ 6000-ലും ആദ്യമായിട്ട് കേൾക്കുകയാണെന്നോ? അതൊക്കെ തന്നെയാണ്. ഇപ്പൊ സമ്മാനം കിട്ടിയില്ല ഓരോരുത്തർക്ക്. ഇൻഷാ അല്ലാഹ് നീന്തൽ പഠിക്കൽ സുന്നത്താണ്. ലോകത്തെ ഏറ്റവും നല്ല വ്യായാമങ്ങളിൽ ഒന്നാണ് നീന്തൽ എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ കുട്ടികൾക്കൊക്കെ അന്യമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് നീന്തൽ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? വ്യായാമം ചെയ്യണമെന്ന്. അതിൽ വ്യായാമം ചെയ്യുന്നത് എന്ന് പറഞ്ഞത്, പിന്നെ നമുക്കറിയണം, വ്യായാമം എന്ന് പറയുന്നതിന് ഏറ്റവും പ്രബലമായിട്ട്, ഏറ്റവും ഇഷ്ടം, ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒന്ന് നടത്തമാണ്. കുന്നുകയറ്റം, കുന്നു കയറി ഇറങ്ങുക. അതാണ് ഏറ്റവും നല്ലത്. കുന്നു കയറി ഇറങ്ങുക.
അപ്പോഴാണ് ശരിയായ നിരക്ക് വയർക്കുന്നത്. രണ്ടാമത്തെ ഒന്ന് പിന്നെ നീന്തലാണ്, അല്ലെങ്കിൽ സൈക്ലിംഗ്, ഇതൊക്കെ പെടും. നീന്തുക സൈക്ലിങ്ങിൽ, അതുപോലെ കുതിര സവാരി, ഇതൊക്കെ അതിൽ പെടും. അപ്പൊ ഇങ്ങനെ വ്യായാമം ചെയ്യണം എന്നാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം. അവിടുത്തെ തിബ്ബ് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരു മനുഷ്യന് വെള്ളത്തിൽ എത്ര കണ്ട് പിന്നെ ഇപ്പൊ വെള്ളത്തിൽ മുങ്ങിയിട്ട് പഴയ കാലത്ത് കുട്ടികളുണ്ടായിരുന്നു, പഴയ കാലത്ത് ഇപ്പോഴും ഉണ്ടാവാം, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാകും. വെള്ളത്തിൽ മുങ്ങിയിട്ട് എണ്ണാൻ പറയും, 1 2 3 4 5 അങ്ങനെ 10 15 20 25 വരെയൊക്കെ എന്ത് ചെയ്യും, എണ്ണും. അങ്ങനെ എണ്ണുമ്പോ എത്ര കണ്ടു ഒരാള് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു അത്ര കണ്ട് അവന്റെ ആരോഗ്യം പരിശോധിക്കാൻ പറ്റുന്നു. ആരോഗ്യമുള്ള ആളുകൾക്ക് അത് കഴിയുള്ളൂ. കാരണം തീർത്തും പിന്നെ പ്രതികൂല കാലാവസ്ഥയിലാണ് അവൻ വെള്ളത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ആരോഗ്യമില്ലാത്ത ആളുകൾ പെട്ടെന്ന് വറക്കും. അപ്പൊ നീന്തൽ പഠിക്കൽ സുന്നത്താണ്, നീന്തൽ വലിയ പുണ്യമുള്ളതാണ്. അപ്പൊ പുണ്യമുള്ളതെന്ന് പറഞ്ഞാൽ റമദാൻ നീന്താൻ നടക്കണ്ട. പുണ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം ശാരീരികമായി വളരെ നല്ലതാണ്. കൂടുതൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ അവന് ആരോഗ്യം ഉണ്ടാകണം, ഇല്ലാത്തവർക്ക് കഴിയില്ല, അതാ പറഞ്ഞത്. അപ്പോ പിന്നെ ഓർക്കണം, അപ്പോ നീന്തൽ നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ പഠിപ്പിക്കണം, അത് പഠിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീന്താൻ പഠിച്ചത് 6ാമത്തെ വയസ്സിലാണ് എന്ന ഉത്തരത്തിലൂടെ ഖുറത്തുൽ ഐനിന്റെ ചിറകിലേറി ഇപ്പോൾ ഗ്രീൻ ഖുറത്തുൽ ഐനായി മാറിയിട്ടുണ്ട്. 1ാമത്തെ പോയിന്റ് അവർ അടിച്ചെടുത്തിരിക്കുന്നു. ഖുറത്തുൽ ഐൻ 1ാമത്തെ പോയിന്റ് ഗ്രീനിന് നേടിക്കൊടുത്തിട്ടുണ്ട്. ഇനി എന്റെ ചോദ്യം രണ്ടാമത്തെ ഞാൻ ചോദിക്കുകയാണ്. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ചോദിച്ചു. രണ്ടാമത്തത് വിശുദ്ധ ഖുർആൻ നമുക്കറിയാം 6000-ലധികം ആയത്തുകളുണ്ട്. 6200-ലധികം പല അഭിപ്രായങ്ങൾ അതിലുണ്ട്. ഖുർആനിലൊക്കെ അതെ 6236 ആണെന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ ഖുർആനിലൊക്കെ അത് പല അഭിപ്രായങ്ങൾ 6200-ന് ശേഷം പലതും പറയുന്നുണ്ട്. 6666 എന്നൊരു മാസ്മരികമായത് വരുന്നുണ്ട്. പക്ഷെ അതിന് ഭൂരിഭാഗം ഉലമാക്കളും അങ്ങനെ പറഞ്ഞു കാണുന്നില്ല എന്ന് മനസ്സിലാകുന്നത് 6200 സംതിങ് എന്നാണ് ഏറ്റവും നന്നായി പറയാൻ പറ്റുന്നത്. ഇപ്പൊ നിലവിൽ 6236 അപ്പൊ ഖുർആനിൽ 6000-ലധികം ആയത്തുകളുണ്ട്. ഖുർആനിൽ 114 സൂറത്തുകളുണ്ട് അല്ലെ? എങ്കിൽ നമ്മൾ ഓർക്കണം, ഖുർആനിന്റെ പുതിയാപ്പിള എന്ന് പറഞ്ഞിട്ടുള്ള സൂറത്തുണ്ട്. ഖുർആന്റെ പുതിയാപ്പിള, ഖുർആന്റെ അല്ലെ പുയ്യാപ്പിള എന്നുള്ളത് അത് അർ-റഹ്മാൻ സൂറത്താണ്, സൂറത്തുർ റഹ്മാനാണത് നമുക്കറിയാം. എന്നാൽ എന്റെ ചോദ്യം ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? എന്റെ ചോദ്യം അതാണ്. ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? ഉമ്മുൽ ഖുർആൻ എന്ന അറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? അതെ, ഉത്തരം വന്നു കഴിഞ്ഞു. അത് വീണ്ടും ഗ്രീനിനാണ് പോയിട്ടുള്ളത്. അത് ഫാത്തിഹ എന്ന ഫാത്തിഹ സൂറത്താണ് ഉമ്മുൽ ഖുർആൻ. മല്ലം യഖ്റ ബി ഉമ്മിൽ ഖുർആൻ അല്ലേ? ഉമ്മുൽ ഖുർആൻ അവൻ ഓതിയിട്ടില്ലെങ്കിൽ അവൻ അറക്കാത്ത് കിട്ടൂലല്ലോ. ഉമ്മുൽ ഖുർആൻ അത് ഖുറത്തുൽ ഐനിലൂടെ ഫാത്തിഹ എന്ന ശരിയായ ആൻസറിലൂടെ അവർ നേടിയെടുത്തു കഴിഞ്ഞു. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, എന്റെ ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചത് ഒരു പക്ഷെ എന്റെ ചോദ്യമായിരിക്കില്ല. എല്ലാവരും ശരിയായ ഉത്തരം തന്നെയാണ് അടിച്ചിട്ടുള്ളത്. പക്ഷെ ഖുറത്തുൽ ഐനാണ് ഫസ്റ്റായി കാണുന്നത്. ഗ്രീൻ 2 പോയിന്റ് നേടിയിരിക്കുന്നു. മബ്രൂക്ക്. അത് രണ്ടും ഖുറത്തുൽ ഐൻ ആ പേരിനോട് ഒപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മുന്നേറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇൻഷാ അല്ലാഹ് 2 ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടും നീലക്കാർ നോക്കുന്നില്ലേ? നീലക്കാര് പിന്നെ വളരെയധികം ശ്രദ്ധിക്കണം. ബ്ലൂ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 പോയിന്റ് നിങ്ങൾ പിന്നിലാണ്. എങ്കിൽ ഒരു ജനറൽ ക്വസ്റ്റ്യൻ എന്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. ഒരു ജനറൽ ക്വസ്റ്റ്യൻ. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്. ആരെങ്കിലും സ്വന്തം ശരീരത്തെ മനസ്സിലാക്കിയാൽ അവന്റെ റബ്ബിനെ അവൻ മനസ്സിലാക്കി. ശരീരം മനസ്സിലാക്കിയാൽ അവന്റെ റബ്ബിനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. നമ്മുടെ ശരീരത്തിൽ ധാരാളം അവയവങ്ങളുണ്ട്. സുജൂദിൽ വെക്കേണ്ട അവയവങ്ങളുണ്ട്. അതുപോലെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ധാരാളം അവയവങ്ങൾ എല്ലാം ഉപകാരപ്രദമാണ് നമുക്കറിയാം.
എങ്കിൽ എന്റെ ചോദ്യം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കൂടുതൽ പറയുന്നില്ല. എന്റെ ചോദ്യം, ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ എത്ര ലിറ്റർ രക്തം കാണുമെന്നാണ് എന്റെ ചോദ്യം. എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ എത്ര ലിറ്റർ ശരിയായ കളറൊക്കെ മാറി വരുന്നുണ്ട്, കളർ മാറിയത് സ്വീകരിക്കുകയില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര ലിറ്റർ ഉണ്ട് എന്നാണ് ചോദ്യം. ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. ശരിയായ പലരും പറയുന്നു 8 ആണെന്ന്. മമ്മൂട്ടിക്ക് 8 ലിറ്റർ എന്ന് പറയുന്നുണ്ട്. സിദ്ദീഖ് കരീം 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 16 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് 51 എന്ന് ബഹുമാനപ്പെട്ട റഹ്മാൻ സാഹിബ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശരിയായ ഉത്തരം ഇവിടെ വന്നു കഴിഞ്ഞു. അത് ശരിയായ ഉത്തരം ക്വിസ് മാസ്റ്ററോട് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കൂ. 5 6 എന്ന് എഴുതിയവരും ഉണ്ട്. എന്നാൽ ശരിയായ ഉത്തരം ഞാൻ പരിശോധിച്ചു നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്, ആദ്യമായി കിട്ടുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ പേര് അൻവർ ചമ്മല. അൻവർ ചമ്മലയിലൂടെയാണ് ആദ്യമായിട്ട് ആ ഉത്തരം 5 ലിറ്റർ ആണ് ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിലുള്ള ബ്ലഡ്. 5 ലിറ്റർ ആണ്. ഇവിടെ സന്മാർഗി മലപ്പുറം സന്മാർഗി അടിച്ചിട്ടുണ്ട്. പക്ഷെ അത് കളർ പച്ചയല്ലല്ലോ അല്ലേ? പച്ചയല്ലല്ലോ, അല്ല കറുപ്പായി പോയി അല്ലേ? അത് കറുപ്പാണ് അല്ലേ? പച്ചയല്ലല്ലോ. എന്റെ കണ്ണിന് കുഴപ്പം, എന്റെ കണ്ണിന് യാതൊരു കുഴപ്പം ദൂരം ഉണ്ടായിട്ടില്ല. പച്ചല്ല. പലരും മുടിയൻസിനെ പോലെ എല്ലായിലും കയറി ഇറങ്ങുന്നുണ്ട്. ഒരു ഭാഗത്ത് ഉറച്ചു നിൽക്കണമെന്നാണ് എനിക്ക് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ തമാശ പറയുമ്പോൾ നിങ്ങൾ തമാശ ആയിട്ട് എടുക്കണം കേട്ടോ. ഏതായാലും ഇൻഷാ അല്ലാഹ് 5 ലിറ്റർ ആണ് ഒരാളുടെ ശരീരത്തിലുണ്ടാകുന്നത്. ഗ്രീൻ വളരെ വേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ബ്ലൂ ഇൻഷാ അല്ലാഹ് വളരെയധികം ശ്രദ്ധിക്കണം. നാലാമത്തെ ചോദ്യം ശ്രദ്ധിക്കണേ. നാലാമത്തെ ചോദ്യം ഒരു കുസൃതിയാണ്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയോ? പെട്ടെന്ന് ഉത്തരം തരണം. കുസൃതിയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആയിക്കോട്ടെ. ഓക്കെ. നാലാമത്തെ ചോദ്യം അല്ലേ? പെട്ടെന്ന് ഉത്തരം ചെയ്യണം. ഞാൻ പെട്ടെന്ന് മാർക്കിടും. പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോദ്യം ക്ലോസ് ചെയ്യും. ഒന്ന് ശ്രദ്ധിക്കണം. എന്റെ ചോദ്യം, ആമുഖങ്ങളില്ല, കുസൃതിക്ക് ആമുഖങ്ങൾ വല്ലാതെ ഉണ്ടാവില്ല. എന്റെ ചോദ്യം, തലയിൽ കാലുള്ള ജീവി ഏതാണ് എന്റെ ചോദ്യം. 1 2 3 ക്ലോസ്. തലയിൽ കാലുള്ള ജീവി അല്ലേ? അത് ശരിയായ ആൻസർ തന്നെയാണ് വന്നിട്ടുള്ളത്. ബഷീർ 2003 അത് ബ്ലൂ കൊണ്ടുപോയിട്ടുണ്ട്. ബ്ലൂ, ഈ കുസൃതിയിലാണ് ബ്ലൂവിന് കമ്പം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പേൻ എന്ന് എഴുതിയത് ശരിയാണ്. വളരെ ശരിയാണ്. പേൻ എന്നുള്ളത് തന്നെയാണ്. പിന്നെ പേന്റെ കാല് നമ്മുടെ തലയിലാണല്ലോ ഉണ്ടാവുക. അപ്പൊ കാലുള്ള ജീവി അത് തന്നെയാണ് ശരിയായ ആൻസർ. ബ്ലൂവിനൊരു 4 ചോദ്യം കഴിയുമ്പോ ബ്ലൂ ഒരു മടങ്ങി വരവിന് ഒരു കുസൃതിക്ക് പലയാതി ചോദ്യങ്ങളും ചോദിക്കും. മനസ്സിലായില്ലേ? അത് കുസൃതി, അത് വളരെ കറക്റ്റാണ്. അതിന് കാലില്ലല്ലോ. പേനിന് കാലില്ലാന്നോ? പടച്ചോ, നിങ്ങൾ നോക്കാണ്ട് തലയിന്നൊരു പേൻ ഇതുവരെ കിട്ടിയിട്ടില്ല നിങ്ങൾക്കല്ലേ? നിങ്ങളോടും ചോദിച്ചു നോക്കണ്ടേ? ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പോ പിന്നെ ചോദ്യം അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ പോവാണ്. ഇൻഷാ അല്ലാഹ്. ആരോഗ്യമുള്ള ചോദിച്ചാലല്ലേ? ഇനി നമുക്കറിയാം, ഇന്ന് യൗമുൽ ജുമുഅ ആയിരുന്നു. ശ്രദ്ധിക്കണേ, ഇന്ന് ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. ജുമുഅ ദിവസം ഏറ്റവും പുണ്യമാക്കപ്പെട്ട ദിവസമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പകലുകളിൽ ഏറ്റവും പുണ്യമായ പകലുകളാണ്. ഈ ചോദ്യം പെട്ടെന്ന് ക്ലോസ് ചെയ്യും കേട്ടോ. ആ പകലുകളിൽ ഏറ്റവും പുണ്യമായത് വെള്ളിയാഴ്ചയാണെന്നാണ്. നമുക്കറിയാം, ഈ വെള്ളിയാഴ്ചയുടെ പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ദിവസത്തിലാണ് അവരെ സൃഷ്ടിക്കപ്പെട്ടത്.
അല്ലെ? ഈ ദിവസത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരാളുണ്ട്. ആ ദിവസത്തിൽ തന്നെയാണ് അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും അവരെ സ്വർഗത്തിലേക്ക് ഇനി പ്രവേശിപ്പിക്കുന്നതൊക്കെ യൗമുൽ ജുമുഅയാണെന്നറിയാം. ആദം നബി അലൈഹിസ്സലാം, അല്ലെ? നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണെന്ന്. എന്നാൽ എന്റെ ചോദ്യം, വെള്ളിയാഴ്ചയുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണ് സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം എങ്കിൽ ഞാൻ ചോദിക്കുന്നത് സൂറത്തുൽ കഹ്ഫിൽ എത്ര ആയത്തുണ്ട് എന്നാണ്. അൽ കഹ്ഫ് സൂറത്തിൽ എത്ര ആയത്തുണ്ട് എന്നാണ് എന്റെ ചോദ്യം. 1 2 3 4 5 ബസ് കഴിഞ്ഞു. എല്ലാവരും ശരിയായിട്ട് അടിച്ചിട്ടുണ്ട്. പലർക്കും സ്പീഡ് കൂടിപ്പോയിട്ടുണ്ട്. എങ്കിലും ശരിയായ ആൻസർ വന്നു കഴിഞ്ഞു. അൽ കഹ്ഫ് സൂറത്തിൽ 110 111 എന്നടിച്ചവരുണ്ട്. എന്നാൽ ശരിയായ ഉത്തരം വീണ്ടും ഇതെന്താ മറ്റാരും ശ്രദ്ധിക്കുന്നില്ലേ? വളരെ ശ്രദ്ധിക്കണം. വീണ്ടും ബഷീർ വി 2003 110 എന്ന ശരിയായ ആൻസർ കൊണ്ട് ബ്ലൂവിലേക്ക് പോയിട്ടുണ്ട്. അത് ആ ബ്ലൂ ശക്തമായ തിരിച്ചുവരവിലാണ് ബ്ലൂ ഉള്ളത്. ബ്ലൂ ഗ്രീൻ ശ്രദ്ധിക്കണം. 3 പോയിന്റ് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഗ്രീൻ വീണ്ടും ഭൂരിപക്ഷം കുറക്കാനുള്ള ശ്രമം ബ്ലൂ അത് വിജയിച്ചിരിക്കുന്നു. ബ്ലൂ 2 ഗ്രീൻ 3 ഒരേ ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യവും ബ്ലൂ ശക്തമായ തിരിച്ചുവരവാണ്. പിറകോട്ട് പോയിട്ടുള്ള ആ വരവ്, അമ്പിന്റെ പിറകോട്ടുള്ള പോക്കെന്തിനാ എന്ന് ബഹുമാനപ്പെട്ട തഴവസ്ഥ ചോദിച്ചില്ലേ? ആ പിറകോട്ട് ഇങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരിക, അതായിരിക്കും ബ്ലൂ എന്ന് തോന്നുന്നു. ബ്ലൂ ആണ് ഇപ്പൊ 2 പോയിന്റ് തുടർച്ചയായി നേടി. ഗ്രീനുമായിട്ടുള്ള വ്യത്യാസം 1 കുറച്ചിട്ടുണ്ട്. എങ്കിൽ സൂറത്തുൽ കഹ്ഫിൽ 110 ആയത്തുകളാണ് ഉള്ളത് എന്ന ശരിയായ ഉത്തരം വന്നിട്ടുണ്ട്. എന്റെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ അടുത്ത് വരുന്നത്. നമുക്കറിയാം, എന്റെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ വരുന്നു. ചോദ്യത്തിന് 13 എത്ര ചോദ്യം ഇപ്പോ? മനസ്സിലായില്ലേ? വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്കൊക്കെ എന്തുണ്ടാകും? സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഈ ക്വിസിന്റെ ആദ്യമേ പറഞ്ഞിരുന്നു എന്ത്, പിന്നെ എന്റെ കമ്പ്യൂട്ടറാണ് പരിഗണിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. എന്റെ കമ്പ്യൂട്ടർ തന്നെയാണ് ഇവിടെ പരിഗണിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. 3+2 ഇപ്പൊ നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് എന്റെ 5ാമത്തെ ചോദ്യം അല്ലെ? 5ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ശ്രദ്ധിക്കുക. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ സൃഷ്ടിച്ചു, മറ്റു ജീവികളെ സൃഷ്ടിച്ചു. അവരുടെ ശരീരത്തിലൊക്കെ 5 കഴിഞ്ഞു. 6ാം ചോദ്യം, അതെ ഫസൽ പറയുന്നതാണ് ശരി. 6ാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ അല്ലാഹു തആല മനുഷ്യന്മാരെ സൃഷ്ടിച്ചു വളരെ സുന്ദരമായ രൂപത്തിൽ അല്ലെ? പണ്ട് മറ്റേ എന്താണ് ഇയാളോട് ചോദിച്ചില്ലേ, നിങ്ങൾ എന്താ താടി വരയ്ക്കണമെന്ന് ചോദിച്ചപ്പോ അതിന് ഖുർആൻ ഓതി ചേകനൂര്, വലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, നല്ല കോലത്തിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ ഒന്നാണ് താടി. അതുകൊണ്ട് എല്ലാവരും നല്ല കോലത്തിൽ ജീവിച്ചോളി, അതാണ് താടിയൊക്കെ ഞാൻ പഠിക്കുന്നത് പറഞ്ഞാല്. അങ്ങനത്തെ ഒരു ഭ്രാന്തനായിരുന്നല്ല അയാള്. അയാളോട് ചോദിച്ചാൽ നിങ്ങൾ താടി പഠിക്കണേന് എന്താ തെളിവ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആനാണ്. വത്തീനി വസ്സൈത്തൂൻ വതൂരി സീൻ ഹദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ നല്ല രൂപത്തിലാണ് അല്ലാഹു തആല പടച്ചു വിട്ടപ്പോൾ കണ്ട നിങ്ങൾ താടിയില്ല മീശയില്ല, അതുകൊണ്ടാണ് എന്ന പോലെ അങ്ങനെയുള്ള ഒരു ഭ്രാന്തനായിരുന്നു. അപ്പൊ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച് വളരെ സുന്ദരമായിട്ടാണ്. പലർക്കും പല രൂപത്തിൽ സൃഷ്ടികളെ നമ്മളിങ്ങനെ പഠിച്ചാൽ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. അത്ഭുതങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ കാണാൻ പറ്റും. എന്നാൽ എന്റെ ചോദ്യം പ്ലീസ് നോട്ട്, എന്റെ ചോദ്യം വയറ്റിൽ പല്ലുള്ള ജീവി ഏതാണ് എന്നാണ്. വയറ്റിൽ പല്ല്, വായിലല്ല, വയറ്റിൽ പല്ലുള്ള ജീവി ഏതാണ് എന്നാണ് എന്റെ ചോദ്യം. എന്റെ ചോദ്യം അതാണ്, വയറ്റിൽ പല്ലുള്ള ജീവി എന്താണ് എന്നാണ്. എല്ലാവർക്കും ഉത്തരം അറിയാമെന്ന് തോന്നുന്നു. ഉത്തരം ശരിയായത് തന്നെ വരുന്നുണ്ട്. മമ്മൂട്ടിക്ക് 8 കാലി എന്ന് പറയുന്നുണ്ട്. അതിന് 8 കാലുണ്ട് എന്നുള്ളതല്ലാത്ത മറ്റൊരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നില്ല. പലരും ശരിയായ ഉത്തരം അടിച്ചു കഴിഞ്ഞു. ഞണ്ട് എന്ന് തന്നെയാണ്. തങ്ങളെ മറികടക്കാൻ ഒരിക്കലും അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഖുറത്തുൽ ഐനിലൂടെ തന്നെ, ഖുറത്തുൽ ഐൻ ക്രാബ് എന്ന് പറഞ്ഞ ഞണ്ടന്നല്ലേ? ഇംഗ്ലീഷൊക്കെ അടിച്ചാൽ ആയിക്കോട്ടെ, ക്രാബ് എന്ന് പറഞ്ഞ ഞണ്ടന്നെ അല്ലേ? ക്രാബ് എന്ന് പറഞ്ഞ ഞണ്ടന്നെ. ഞണ്ട് എന്നുള്ളത് ശരിയായ ആൻസറാണ്. വയറ്റിൽ പല്ലുള്ള ജീവി അത് ഞണ്ടാണ്. ഞണ്ടിന്റെ
പ്രത്യേകതയാണ്. വയറ്റിലാണ് അതിന്റെ പല്ലി എന്നുള്ളത്. അത് ഗ്രീൻ കൊണ്ടുപോയിട്ടുണ്ട്. ഗ്രീൻ 4, ബ്ലൂ 2. ബ്ലൂ വീണ്ടും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, വീണ്ടും ബ്ലൂ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ വയറ്റിൽ അത് കഴിഞ്ഞല്ലേ. ഇനി ഞാനൊരു ചോദ്യം, ഇസ്ലാമികമായിട്ടുള്ള ഒരു ചോദ്യം, 7ാമത്തെ ചോദ്യം ചോദിക്കാം. നമുക്കറിയാം ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് മദായിന് സ്വാലിഹ്. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം താമസിച്ചിരുന്ന മദായിന് സ്വാലിഹ്. എല്ലാ അമ്പിയാക്കൾക്കും മോജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കൾക്കും മോജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വൈദ്യശാസ്ത്രത്തിന്റെ കാലഘട്ടത്തിലായതുകൊണ്ട് വളരെ അത്ഭുതകരമായി ഒരുപാട് കാര്യങ്ങൾ, കണ്ണ് ജന്മലാൽ കണ്ണ് കാണാത്ത ആളുകൾക്ക് കാഴ്ച നൽകുക, സിഹിർ വെള്ളപ്പാണ്ട് കുഷ്ഠം സുഖപ്പെടുത്തുക തുടങ്ങിയ അത്ഭുതങ്ങൾ കാണിച്ചു. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എക്കാലത്തേക്കുമുള്ള നബിയായതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ ജ്ഞാനങ്ങളും പറയുന്ന വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല മുഅ്ജിസത്തായി നൽകി. ഇന്നും നമുക്കും ഒരു വള്ളി വ്യത്യാസമില്ലാതെ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോജിസത്ത് അല്ലേ, സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോജിസത്ത് അതെ പാറയിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടുവിക്കലായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഈ പാറയിൽ നിന്ന് ഒട്ടകത്തെ നിങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒട്ടകം പുറത്തു വന്നു. ആ ഒട്ടകം സുന്ദരമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ ചോദ്യം പ്ലീസ് നോട്ട്. എന്റെ ചോദ്യം, സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒട്ടകത്തിന് അറുത്തതാരാണ്? പ്ലീസ് ആൻസർ മീ. സ്വാലിഹ് നബിയുടെ ഒട്ടകത്തിന് അറുത്തതാരാണ്? ചോദ്യത്തിന് ഇവിടെ മറുപടി വന്നു കഴിഞ്ഞു. പലരും പഠിച്ചിട്ടുണ്ടെങ്കിലും മറുപടി ശരിയായി ആദ്യം ടൈപ്പ് ചെയ്തത് അൽ ബത്തൂല എന്ന ഐഡിയിലൂടെ ഖുദാർ ബിൻ സാലിം അല്ലേ ഖുദാർ എന്ന് പറയുന്ന ആള് തന്നെയാണ്. ഒരു ഖുദാറാക്കുണ്ടായിരുന്നു അവിടെ. ആ ഖുദാറാക്കിയായിരുന്നു. ഖുറത്തുൽ ഐൻ അല്പം വൈകിപ്പോയി എന്റെ കമ്പ്യൂട്ടറിൽ, അല്ലെങ്കിൽ ആ പോയിന്റും ഗ്രീൻ കൊണ്ടുപോയേനെ. ഇപ്പോൾ പോയിന്റ് അത് അൽബത്തൂലയിലൂടെ പിന്നെ ബ്ലൂവിന് നീലക്ക് പോകുന്നു. ഫസു പോയിന്റ് ഇട്ടോ 437 ശരി, പോയിന്റ് ഇട്ടു. ഇപ്പോ തന്നെ എഴുതേണ്ട. അത് നമ്മളിങ്ങനെ അത് നല്ല ശ്രദ്ധ. എന്റെ ചോദ്യം വന്നിട്ട് എഴുതിയാൽ മതി കേട്ടോ. എന്റെ ചോദ്യം വന്നിട്ട് എഴുതാം. വളരെ പെട്ടെന്ന് എനിക്ക് ഉത്തരം തരേണ്ട ഒരു ബുദ്ധിപരമായ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുന്നതിന്റെ മുമ്പ് ഒരു ജനറൽ ക്വസ്റ്റ്യൻ. എട്ടാമത്തൊരു ജനറൽ ക്വസ്റ്റ്യമാണ്. വളരെ ബുദ്ധിപരമായ ചോദ്യങ്ങൾ വരാനിരിക്കുന്നു. പെട്ടെന്ന് ഉത്തരം ചെയ്യേണ്ടത് തയ്യാറാവുക. അതിനു മുമ്പ് എന്റെ ഒരു ചോദ്യം, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു ജനറൽ ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഓരോ വാഹനങ്ങൾ അപകടങ്ങളിൽ പെടുന്നത്. വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ കരയിലൂടെ സഞ്ചരിക്കാൻ ബസ്സുണ്ട്, പിന്നെ കടലിലൂടെ സഞ്ചരിക്കാൻ ഷിപ്പുണ്ട്, പിന്നെ വായുവിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ഇന്ന് വിമാനങ്ങളുണ്ട്. എന്നാൽ എന്റെ ചോദ്യം വളരെയധികം ശ്രദ്ധിക്കണം. ഓരോന്നും അപകടങ്ങളിൽ പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അള്ളാഹു അപകടങ്ങളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ. എന്നാൽ വിമാനങ്ങൾ അപകടത്തിൽപ്പെടും. അത് വീഴുന്നത് എവിടെയാണെങ്കിലും നമ്മൾ ഓർക്കണം, വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ ആ അപകടങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇന്നുണ്ടെങ്കിലും മലേഷ്യയിലൊക്കെ കാണാതായ വിമാനങ്ങളുടെ ഒന്നും കിട്ടിയില്ല. എന്നാൽ അങ്ങനെ കാണാതാകുന്ന വിമാനങ്ങളിൽ നിന്ന് ശരിയായ അതിന്റെ അപകടത്തിന്റെ കാരണം അറിയപ്പെടുന്ന ഒരു ബോക്സാണ് ബ്ലാക്ക് ബോക്സ് അല്ലേ? നമുക്കൊക്കെ അറിയാവുന്നതാണ് ബ്ലാക്ക് ബോക്സ്. എന്റെ ചോദ്യം ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണെന്നാണ്. എന്റെ ചോദ്യം. എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് കൂടുതൽ പറയുന്നു. എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അത് ബ്ലാക്ക് ബോക്സിന്റെ ചുവപ്പാണെന്ന് പറഞ്ഞോലുണ്ട്, റെഡ് ആണെന്ന് പറഞ്ഞോലുണ്ട്, കാപ്പിയാണ് ബ്രൗൺ ആണെന്ന് പറഞ്ഞോലുണ്ട്. എന്നാൽ ശരിയായ ഉത്തരം ഇവിടെ വന്നു. ബ്ലാക്ക് ബോക്സിന്റെ നിറം ഓറഞ്ചാണ്. അത് ഖുറത്തുൽ ഐൻ ഓറഞ്ച് എന്ന ടൈപ്പ് ശരിയായി ചെയ്തത്
എന്റെ കമ്പ്യൂട്ടറിൽ തെളിഞ്ഞത് ഖുറത്തുൽ ഐനാണ്. അദ്ദേഹത്തിലൂടെ ഗ്രീനിന് പോയിന്റ് പോകുന്നു. ഗ്രീൻ വീണ്ടും അടിച്ചെടുത്തിരിക്കുന്നു. അൽബത്തൂൽ അല്പം വൈകിപ്പോയി. മുഹമ്മദ് കുണ്ടിൽ അദ്ദേഹം അല്പം താഴെയായി പോയി. കുണ്ടിലായി പോയി എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും അല്പം താഴെയായി പോയി. വളരെയധികം പെട്ടെന്ന് ഉത്തരം ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതും ഗ്രീൻ കൊണ്ടുപോകുന്നു. വ്യക്തമായ മാർജിൻ വ്യക്തമായ മാർജിൻ സൃഷ്ടിച്ചിരിക്കുകയാണ് ഗ്രീനും ബ്ലൂവും. ചോദ്യം എത്രയായി? ചോദ്യം 5, 3, 8 ചോദ്യമായി. 9ാമത്തെ ചോദ്യം വരുന്നു. വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യണം. നമുക്കറിയാം, ഇന്ന് മനുഷ്യന്മാരെ തിരിച്ചറിയുന്നത് പേരുകൾ കൊണ്ടാണ്. ശ്രദ്ധിക്കണേ, മനുഷ്യന്മാരെ ബ്ലാക്ക്, അതെ, ആ സംശയം തീർക്കട്ടെ. ബ്ലാക്ക് എന്നതിന്റെ അർത്ഥം ഓറഞ്ച് ആണോ എന്നല്ല, ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ് എന്നാ. അതായത് വിമാനത്തിന്റെ അപകടങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി ഫിറ്റ് ചെയ്തിട്ടുള്ള എന്തായാലും അതിന് കേടുപറ്റൂല എന്നാ. അതിന് പറയുന്നത് ബ്ലാക്ക് ബോക്സ് എന്നാ. പക്ഷെ അതിന്റെ നിറം ഓറഞ്ചാണ്. എല്ലാരും ബ്ലാക്ക് ആണെന്ന് കരുതും, പക്ഷെ ബ്ലാക്ക് ബോക്സിന്റെ നിറം ഓറഞ്ചാണ്. അതെല്ലാവർക്കും അറിയാം. മനസ്സിലായില്ലേ? അജറുൽ അസ്വദ് കറുപ്പല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊക്കെ നോക്കണം. എങ്കിൽ പേരുകളെ കൊണ്ടാണ് മനുഷ്യൻ ഇന്ന് പേരിടൽ ഒരു രസകരമായിട്ടുള്ള കാലഘട്ടമാണ്. പണ്ട് ഒരു രസകരമായ ഒരു സംഭവം ഒരു മുഫത്തിഷ് പറഞ്ഞത് ഓർക്കുകയാണ്. അദ്ദേഹം കണ്ണൂർ ഭാഗത്ത് ഒരു മദ്രസയിൽ വിസിറ്റിന് പോയ സമയത്ത് അദ്ദേഹം കണ്ടു. അദ്ദേഹം ഒരു പഴയ ഒരു ഉസ്താദ്, ഒരു 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു പഴയ മൊല്ലാക്ക, ആളൊരു രസികനാണ്. അദ്ദേഹം ഹാജർ വിളിക്കുന്നത് ഇങ്ങനെ കേട്ടു പറഞ്ഞു. ഷാഷി ഷു എന്ന് പറഞ്ഞപ്പോ കുട്ടികൾ ഹാജർ എന്നിങ്ങനെ പറയേണ്ടി പറഞ്ഞു. കുട്ടികളെ പേരിങ്ങനെ വിളിക്കാണ് ഷാഷി ഷു എന്ന് പറയുമ്പോൾ കുട്ടികൾ ഹാജർ എന്ന് 1ാം ക്ലാസ് പറയുന്നുണ്ട്. അപ്പോ കഴിഞ്ഞതിന് ശേഷം, ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഉസ്താദ് മുഫത്തിഷ് വിളിച്ചു പറഞ്ഞു, അല്ല ഉസ്താദ്, നിങ്ങള് എന്താണ് ഈ പേരിൽ ഷാഷീഷു എന്നുള്ളൊരു പേര് ഇപ്പൊ കുട്ടികൾക്ക് അങ്ങനെ പേരുണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അല്ല ഉസ്താദ്, നിങ്ങളൊന്നും വിചാരിക്കരുത്. അപ്പൊ ഇയാള് മുഫത്തിഷ് അയാളെ ചോദ്യം ചെയ്യാൻ ചോദിച്ചിട്ട് അപ്പൊ മുഫത്തിഷ് പറഞ്ഞു, അങ്ങനല്ല, ഞാൻ നിങ്ങൾ എന്താണ് അതിന്റെ കാരണം എന്നറിയാൻ വേണ്ടി ചോദിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ്, ഞമ്മക്ക് ഇവിടെ പ്രായമായി, നമുക്ക് ഈ വയസ്സും പ്രായമൊക്കെ ആയോടത്ത് ഇതിറ്റപ്പോ ഓരോ തലതിരിഞ്ഞ പേരിട്ടിട്ടാ വരിക. ഇപ്പൊ ആ 1ാമത്തെ കുട്ടിയുടെ പേര് ഫാത്തിമ ഷിൻഷാന്നാ, മറ്റേ ഫാത്തിമ ഷിൻഷീന്നാ, മറ്റേത് മറിയം ഷുൻഷൂന്നാ. അപ്പൊ ഞാൻ ഇതൊക്കെ പാടെ വായിച്ചു വരുമ്പോഴത്തേന് ഇന്റെ പാടെടുക്കാനുള്ള ടൈം കഴിയും. അപ്പൊ ഞാൻ അവസാന അക്ഷരം നോക്കിയാണ് വിളിക്കലാണ്. എന്ത് ഷാഷീഷു എന്നാണ് വിളിച്ചപ്പോ അല്ല ഹാജർ എന്നാണ് പറയും. ഇവിടെ ആളുണ്ട് എന്ന് അറിഞ്ഞാൽ പോരാ, അതിനാണല്ലോ ഇപ്പൊ ഹാജർ വിളിച്ചത്. എനിക്കിത് ഓരോന്ന് വിളിച്ചു വരുമ്പോഴത്തേന് ബുദ്ധിമുട്ടാണ് എന്ന് പറയണ്ടായി. അങ്ങനെ പേരുകൾ കമ്പി ഒപ്പിച്ചിടുന്ന ഒരു കാലഘട്ടത്തിൽ എന്റെ ചോദ്യം പെട്ടെന്ന് ആൻസർ ചെയ്യണം. എന്റെ ചോദ്യം, മുഹമ്മദിന്റെ ബാപ്പാക്ക് 4 മക്കളുണ്ട്. 1ാമൻ അബൂബക്കർ, 2ാമൻ ഉമർ, 3ാമൻ ഉസ്മാൻ, 4ാമന്റെ പേരെന്താണ് എന്നാണ് എന്റെ ചോദ്യം. 4ാമന്റെ പേരെന്താണെന്ന് എന്റെ ചോദ്യം. അലി എന്നടിച്ചവരുണ്ട്. ചോദ്യം ക്ലോസ്. ശരിയായ ഉത്തരം വന്നിട്ടുണ്ട്. മുഹമ്മദിന്റെ വാപ്പാക്കാണ് 4 മക്കളുള്ളത്. 1ാമൻ അബൂബക്കർ, 2ാമൻ ഉമർ, 3ാമൻ ഉസ്മാൻ, 4ാമൻ മുഹമ്മദ് തന്നെ. ഡോക്ടർ അസഫ് അബൂബക്കർ, മാഷാ അല്ലാഹ്, ഡോക്ടറെ കണ്ടല്ലോ. 4ാമൻ അബൂബക്കറിന്റെ അല്ലേ? 4ാമൻ പെട്ടെന്ന് നമ്മളെ മനസ്സിൽ വരും അലി എന്നാണ്. അലിയല്ല, അബൂബക്കർ, ഉമർ, ഉസ്മാൻ. ഇതൊക്കെ ശരിക്കും ലൈവായിട്ട് നടത്തുകയാണെങ്കിൽ ശരിക്കും നമ്മൾ എന്ത് ചെയ്യാണ്, ശരിക്കും നമ്മള് ഇങ്ങനെ നടത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതൊന്നും പെട്ടെന്നായിരിക്കും പിടുത്തം കിട്ടൂല. പക്ഷെ ഇതിങ്ങനെ പറഞ്ഞാകുമ്പോഴേക്ക് ആലോചിക്കാനുള്ള ടൈം കിട്ടുകയാണ്. ഓക്കെ, വളരെ കറക്റ്റാണ്. അതിന്റെ ഉത്തരം ഡോക്ടറിലൂടെ മുഹമ്മദ് എന്ന ശരിയായ ഇതിലൂടെ അത് ബ്ലൂ കൊണ്ടുപോകുന്നു. അപ്പോ മുഹമ്മദിന്റെ വാപ്പാക്ക് 4 മക്കളാണ് ഉണ്ടായിരുന്നത്. 1 അബൂബക്കർ, 2ാമത്തത് ഉമർ, 3ാമത്തത് ഉസ്മാൻ, 4ാമത്തത് മുഹമ്മദ് തന്നെ. ചോദ്യം നമ്പർ 10. അപ്പൊ ഇങ്ങനെ പോയാൽ ബ്ലാക്ക് ബോക്സ് ഞാൻ ചോദിച്ചാലല്ലേ. അടുത്ത ചോദ്യം ഇപ്പോൾ 5-4. ഗ്രീനേര് ശ്രദ്ധിക്കണേ. 10ാമത്തെ ചോദ്യം വരുന്നു. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നാളെ ബദറിന്റെ ദിനം കൂടിയാണ്. ധാരാളം യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ബദറിൽ പങ്കെടുത്ത സ്വഹാബികൾ നമുക്കറിയാം. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബികൾ അത് 313 ആണെന്ന് നമുക്കറിയാം, അല്ലേ?
313 പേരിൽ ഒരു പ്രമുഖനായ ഒരാൾ, 4 ഖലീഫമാരിൽ ഒരാൾ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. 4 ഖലീഫമാരിൽ ഒരാൾ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉസ്മാൻ റളിയല്ലാഹു ആണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ എന്റെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിന് എന്താണ് പറയുന്ന പേര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിന് പറയുന്ന പേരെന്താണ്? ഉത്തരം ഇവിടെ പലരും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഉത്തരം വീണ്ടും ചെയ്തു. ബദറെന്ന്, ഗസ്വത്തെന്ന്, സരിയത്തെന്ന്, ഗസ്വത്ത് എന്ന്. എന്നാൽ ശരിയായ ഉത്തരം വീണ്ടും ഖുറത്തുൽ ഐൻ. ഗ്രീന്റെ ഐനുകൾ ഖുറത്തായി മാറിക്കൊണ്ടിരിക്കുന്നു. വളരെ കൺകുളിർക്കയുള്ള മുന്നോട്ടുള്ള പോക്കാണ്. അത് ശരിയായ ഉത്തരം. ഖുറത്തുൽ ഐനിലൂടെ ഖുറത്തുൽ ഐനിലൂടെ ഗ്രീൻ കൊണ്ടുപോകുന്നു. ഗ്രീൻ വ്യക്തമായ മാർജിനിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 6ാമത്തെ പോയിന്റ് നേടി. ഇപ്പോൾ 10 ചോദ്യമായി 6 പോയിന്റ് നേടി. ഗ്രീൻ വളരെ വിശാലമായി മുന്നിൽ തന്നെയാണ്. അത് ശരിയായ ഉത്തരം ഗസ്വത്ത് എന്നാണ്. ഗസ്വത്ത് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്ത യുദ്ധങ്ങൾക്ക് ഗസ്വത്ത് എന്നാണ് പറയുക. പങ്കെടുക്കാത്ത യുദ്ധങ്ങൾക്ക് സരിയത്ത് എന്നുമാണ് പേരുണ്ടാവുക. ഒരു ജനറൽ ക്വസ്റ്റ്യൻ വരുന്നു. നമുക്കറിയാം, ഇന്ത്യയിൽ ഒരു പാർലമെന്റ്, അത് കഴിഞ്ഞ് നിയമസഭ, ഇങ്ങനെയുള്ള രൂപത്തിലാണ്. രാഷ്ട്രപതിക്ക് താഴെ ഗവർണർമാർ, ഇങ്ങനെ താഴോട്ട്. അതേപോലെ തന്നെ പ്രധാനമന്ത്രി, മന്ത്രിമാർ, അതുപോലെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, ഇങ്ങനെയൊക്കെ. ഇതിൽ ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റുകളുണ്ട്. 28 സ്റ്റേറ്റുകൾ എന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിലുള്ളത്. എങ്കിൽ എന്റെ 29, ഓക്കെ, 29 ആണെങ്കിൽ 9 ഒന്ന് ഏറെ കൂട്ടിക്കോളൂ, നോ പ്രോബ്ലം. ഇന്ത്യയിൽ ഒരുപാട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളുണ്ട്. എന്നാൽ ശ്രദ്ധിക്കണേ, എന്റെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്നുള്ള ഉത്തരം പലരും ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പലരും ഇവിടെ ശരിയായ ഉത്തരം വന്നിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരിയായ ഉത്തരം ഇതുവരെ വന്നത്, ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ, സെർച്ച് ചെയ്യട്ടെ. പലരും വരുന്നുണ്ട്. ശരിയായ ഉത്തരം ടൈപ്പ് വന്നിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ചെറുതേതാണെന്ന് വന്നിട്ടുണ്ട്. ഞാൻ ചോദ്യം ക്ലോസ് ചെയ്യുന്നു. ചോദ്യം ക്ലോസ് ചെയ്തു. ഇനി ആരും ടൈപ്പ് ചെയ്യരുത്. ഇനി ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഇൻഷാ അല്ലാഹ് ആരും ഇനി ടൈപ്പ് ചെയ്യരുത്. ശരിയായ ഉത്തരം വന്നിട്ടുണ്ട്. അത് ആരാണ് എന്നുള്ളതാണ് എനിക്ക് നോക്കേണ്ടത്. പോണ്ടിച്ചേരി, അങ്കമാലി, മാലിദ്വീപ് എന്നൊക്കെ പറഞ്ഞു. മാലിദ്വീപ് വേറെ രാഷ്ട്രം തന്നെയാണ്. ഇനി ആരും ടൈപ്പ് ചെയ്യല്ലേ, ഞാൻ നോക്കട്ടെ ആരാണ് ഫസ്റ്റിൽ ചെയ്ത ആളെന്ന്. ആരും ടൈപ്പ് ചെയ്യരുത് പ്ലീസ്. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ആളെ കണ്ടുപിടിച്ചാൽ പിന്നെ എനിക്ക് പ്രശ്നമല്ല. പോണ്ടിച്ചേരി എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ട്, പോരാ മാഹി എന്ന് പറഞ്ഞിട്ടുണ്ട്, മാഹി ഗോവ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡൽഹി എന്ന് പറഞ്ഞവരുണ്ട്, മാഹി എന്ന് പറഞ്ഞവരുണ്ട്, മാഹി ഗോവ എന്ന് പറഞ്ഞത് ശരിയല്ല, മാഹി എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ ശരിയായ ഉത്തരം ഇവിടെ ആദ്യമായി ടൈപ്പ് ചെയ്തിട്ടുള്ളത് ശരിയായ നിലയ്ക്ക് നോക്കുന്ന റൈറ്റ് വിഷൻ ലക്ഷദ്വീപ്, അതാണ് ശരിയായ ഉത്തരം. ലക്ഷദ്വീപാണ്. ദ്വീപ് എന്ന് പറഞ്ഞത് കൊണ്ട് ആയില്ല, കാരണം അത് വാല് മാത്രമായിട്ടുള്ള അന്തമാൻ നിക്കോബാർ ദ്വീപുകളുണ്ട്, പല ദ്വീപ് സമൂഹങ്ങളുണ്ട്. പക്ഷെ ശരിയായ ഉത്തരം ലക്ഷദ്വീപ് എന്ന് തന്നെയാണ്. മാഷാ അല്ലാഹ്, പ്രമുഖരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. സന്തോഷമുണ്ട്. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പോയിന്റ് ബ്ലൂവിന് പോകുന്നു. പോയിന്റ് ബ്ലൂവിന് പോകുന്നു. ഗോവയല്ല, ലക്ഷദ്വീപാണ്. ഗോവ ഒരു സംസ്ഥാനമാണ്. ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപ് എന്ന് പറയുന്നതാണ് ഏറ്റവും ചെറിയ ദ്വീപ്. അവിടെ വളരെ രസകരമായ ഒരു അനുഭവം, വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ലക്ഷദ്വീപിലെ ജയിലുകളിൽ ഇന്നേ വരെ ഒരു കുറ്റവാളി കടന്നിട്ടില്ല എന്നുള്ളതാണ്. ലക്ഷദ്വീപിലെ ഒരു ദ്വീപിൽ ഇന്നേ വരെ ഒരു കുറ്റവാളിയെയും കടന്നിട്ടില്ല എന്നുള്ളതാണ്. ജയിലിൽ ഒരു കുറ്റവാളിയെ കടത്തേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്.
ഓക്കെ, ഇൻഷാ അല്ലാ. 12 അല്ലേ? 15 നിർത്താലേ, ടൈം ഒരുപാടായിട്ടുണ്ട്. 2:30 ഒമാനിലായി. അപ്പൊ അവിടെ 1:30 ആയിട്ടുണ്ട് അല്ലേ? ഫാസ്റ്റായി പോണോ? ഫാസ്റ്റായി പോണെങ്കിൽ പറഞ്ഞാൽ മതി. ബിസ്മില്ലാ. എല്ലാവർക്കും പെട്ടെന്ന് ഉത്തരം കിട്ടുക വേണ്ട, അതുകൊണ്ടൊന്നും നടക്കൂല. നമ്മളതായ ശൈലി ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോ ഇവിടെ 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. 6, 5, 11 ചോദ്യങ്ങൾ കഴിഞ്ഞു അല്ലേ? 11 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പോ എത്ര എണ്ണം വേണം? ഇനിയിപ്പോ 11 കൂടി ചോദിക്കണം അല്ലേ? ഒരു 12ാമത്തെ ചോദ്യം, ഒരു സംഘടനാ ചോദ്യം വരട്ടെ. ഒരു സംഘടനാ ചോദ്യം വരട്ടെ. ലക്ഷ കൊണ്ട് കാര്യമില്ല. ലക്ഷ എന്ന് ഫസ്റ്റ് അടിച്ചത് കൊണ്ട് കാര്യമില്ല. ലക്ഷദ്വീപ് എന്ന് തന്നെ വേണം. ലക്ഷ എന്ന് ഞാൻ കണ്ടു, പക്ഷെ ലക്ഷ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലക്ഷദ്വീപ് എന്ന് മുഴുവനായിട്ട് അടിച്ചെങ്കിലേ തരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അത് ഞാൻ കാണാത്ത കൊണ്ടല്ല. അതാണ് ഞാൻ ലക്ഷ പോരാ എന്ന് ഞാൻ അവിടെ പറഞ്ഞത്. ഷാശീഷു എന്ന് പറഞ്ഞാൽ മദ്രസയുടെ പേരെന്താണ്? അതൊന്നും ഇപ്പോൾ അവിടെ ചോദിക്കാൻ പറ്റൂല. എന്റെ ചോദ്യം, നെക്സ്റ്റ് ചോദ്യം ശ്രദ്ധിക്കണേ. ഓരോന്ന് ഇതിന് ശേഷം വരുന്ന ബിസ്മില്ലാ ഉസ്താദേ, നിങ്ങൾ ഉത്തരം ടൈപ്പ് ചെയ്ത് ഇങ്ങനെ വരും. എന്റെ ചോദ്യം, നമുക്കൊക്കെ അറിയാം, നമുക്ക് ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും അതിന്റെ കീഴ്ഘടകങ്ങൾക്കുമുണ്ട്. നമുക്കറിയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യ പ്രസിദ്ധീകരണം അൽ ബയാനാണ്. എന്നാൽ അതേപോലെ തന്നെ സുന്നി അഫ്കാറുണ്ട്, അതേപോലെ തന്നെ സത്യധാരയുണ്ട്. സത്യധാര ദ്വൈവാരികയാണ്. അതേപോലെ തന്നെ കുടുംബമുണ്ട്, കുരുന്നുകളുണ്ട്. എന്നാൽ മുഅല്ലിമീങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രസിദ്ധീകരണമുണ്ട് സമസ്തക്ക്. അത് അൽ മുഅല്ലിം എന്നുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അൽ മുഅല്ലിം അല്ലേ? അൽ മുഅല്ലിം എന്നാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ എന്റെ ചോദ്യം സത്യധാര പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷമേതാണ്? അതാണ് എന്റെ ചോദ്യം. സത്യധാര പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ഏതാണ് എന്നാണ് എന്റെ ചോദ്യം. ഇവിടെ പല ഉത്തരങ്ങൾ വരുന്നു. 78 ആണെന്ന് പറയുന്നുണ്ട്, 86 ആണെന്ന് പറഞ്ഞിട്ട്, 93 ആണെന്ന് പറഞ്ഞവരുണ്ട്, 97 ആണെന്ന് പറഞ്ഞവരുണ്ട്, 84 ആണെന്ന് പറഞ്ഞവരുണ്ട്. ശരിയായ ഉത്തരം വന്നു കഴിഞ്ഞിട്ടുണ്ട്. 96 ആണെന്ന് പറഞ്ഞവരുണ്ട്, 92 ആണ് എന്ന് അടിച്ചവരുണ്ട്, 85-ൽ തന്നെ സത്യധാര തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. എങ്കിൽ ശരിയായ ഉത്തരം എന്താണ്? ശരിയായ ഉത്തരം ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത് 978 എന്ന് പറഞ്ഞിട്ട് 97 എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയായ ഉത്തരം ഇവിടെ ടൈപ്പ് ചെയ്തത് ഗ്രീനിന് വേണ്ടിയിട്ട് ബദിറ എന്താണ്? ഗ്രീനിന് വേണ്ടിയിട്ട് ഇവിടെ ആദ്യമായിട്ട് അടിച്ചിട്ടുള്ളത് ബദ്രാബാസ് എന്ന് പറയുന്ന എന്ന ഐഡിയിലുള്ളവരാണ്. 1998 എന്നുള്ളതാണ് ശരിയായ ഉത്തരം. 1998-ലാണ് സത്യധാര പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. അതാണ് ശരിയായ ആൻസർ. ആ പോയിന്റ് വീണ്ടും ഗ്രീന് പോവുകയാണ്. വീണ്ടും 2 പോയിന്റ് വ്യക്തമായ മാർജിനിൽ ഗ്രീൻ മുന്നിട്ട് നിൽക്കുന്നു. സംഘടനയുടെ ഒരു ചോദ്യം വന്നപ്പോ അത് ഗ്രീൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബ്ലൂവിന് ഇനിയും അവസരമുണ്ട്. ചോദ്യം 13 നിങ്ങൾക്ക് വീണ്ടും ഞാൻ ഒരു സംഘടനാ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. സംഘടനാ ചോദ്യം എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ്. എത്രയും പെട്ടെന്ന് ആരാണോ ടൈപ്പ് ചെയ്യുന്നത് അവർക്കാണ് അവസരം കിട്ടുക. പ്രത്യേകം ശ്രദ്ധിക്കുക. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യത്തെ കീഴ്ഘടകങ്ങളിൽ ഒന്നാണ് സുന്നി യുവജന സംഘം. ഓർക്കണം, സുന്നി യുവജന സംഘം. ഞാൻ ചോദ്യം ചോദിച്ചിട്ട് ആൻസർ ചെയ്താൽ മതി കേട്ടോ. സുന്നി യുവജന സംഘം SYS അത് രൂപീകരിച്ചത് നമുക്കറിയാം പല സ്ഥലങ്ങളിലായിട്ടാണ്. എന്നാൽ സുന്നി യുവജന സംഘം രൂപീകരിച്ച സമ്മേളനം അത്
1900 അല്ലേ, എല്ലാവർക്കും അറിയുന്നത് പോലെ 1954 എന്നൊക്കെ എടുത്ത് എഴുതി വെച്ചിരിക്കണം അമീർ സാഹിബ് അല്ലേ. എങ്കിൽ കേരളത്തിലെ ഒരു പ്രമുഖ സ്ഥലത്ത് നടന്ന സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് സുന്നി യുവജന സംഘത്തിന് രൂപം നൽകിയത്. അത് കാര്യവട്ടത്തല്ല, അത് കാകണ്ട് തന്നെയാണ് തുടങ്ങുന്നതെങ്കിലും കാര്യവട്ടത്തല്ല, അത് കക്കാടാണ് എന്ന് റൈറ്റ് വിഷൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എന്റെ ചോദ്യം വരുന്നു, സുന്നി യുവജന സംഘത്തിനെ സമസ്തയുടെ ഊന്നുവടി എന്ന് വിശേഷിപ്പിച്ച മഹാനാരാണ്? സമസ്തയുടെ ഊന്നുവടി എന്ന് വിശേഷിപ്പിച്ച മഹാനാരാണ് എന്നാണ് എന്റെ ചോദ്യം. മാനുസ്ലിയാരാണെന്ന് പറഞ്ഞവരുണ്ട്, EK എന്ന് പറഞ്ഞവരുണ്ട്, ഷംസുൽ ഉലമ എന്ന് വ്യക്തമായി ടൈപ്പ് ചെയ്തവരുണ്ട്. ശരിയായ ആൻസർ വന്നു കഴിഞ്ഞതുകൊണ്ട് ഇനി കൂടുതൽ നീട്ടേണ്ടതില്ല. ഖുർറത്തുൽ ഐനിലൂടെ EK എന്നുള്ള 2 അക്ഷരം ദ്വയാക്ഷരി, തന്റെ പേരിനേക്കാൾ കൂടുതൽ ഓമന പേര് കൊണ്ട് പ്രശസ്തി നേടിയ 2 അക്ഷരം മഹാനായ ഷെയ്ഖുന ഷംസുൽ ഉലമ കക്കാട് വെച്ച് നടന്ന സമ്മേളനത്തിലാണ് സുന്നി യുവജന സംഘം സമസ്തയുടെ ഊന്നുവടിയാണ് എന്ന് വിശേഷിപ്പിച്ചത്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തുമാറാവട്ടെ. പോയിന്റ് ഗ്രീനിന് പോയിട്ടുണ്ട്, 8 പോയിന്റ് അല്ലേ, 8-13. അയ്യവാ, കുട്ടുമൽ ഉസ്താദല്ല, ഷംസുൽ ഉലമയാണ് അത് പറഞ്ഞത്. ഒരു കുസൃതി വരുന്നു, ഒരു കുസൃതി പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞാൻ പെട്ടെന്ന് ഇടും. ആലോചിച്ചുത്തരം പറയണേ. ഗ്രീൻ കൊണ്ടുപോയത് കൊണ്ട് പല ആളുകളും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുന്നു. അത് പാടില്ല. പെട്ടെന്ന് ശ്രദ്ധിക്കണം. എന്റെ വര വന്നാൽ അതിനുശേഷം ഞാൻ ഒരാളുടെയും പരിഗണിക്കുകയില്ല. എന്റെ ചോദ്യം നമ്മളൊക്കെ വളരെ പല ഭാഗത്തുകൂടെയും സഞ്ചരിക്കുന്നതാണ്. എന്നാൽ പല ആളുകൾക്കും സഞ്ചരിക്കാൻ സാധിക്കാത്ത ഒരു മേഖലയാണ്. പല മേഖലകളുമുണ്ട്. എന്നാൽ എന്റെ ചോദ്യം, കടലിന് നടുവിൽ എന്താണ് എന്നാണ് എന്റെ ചോദ്യം. അതാണ് 1 2 3 4 5. ബസ് നിർത്താം. ഇനി വെള്ളമാണെന്ന് പറഞ്ഞവരുണ്ട്, എന്നെ യെസ് എന്ന് പറഞ്ഞവരുണ്ട്. ഡാ നേക്കാറല്ലേ, ശരിയാണ്. കടലിന് നടുവിൽ ഡ എന്നാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, വെള്ളം. കടലിന് നടുവിൽ ഡ അല്ലേ, ഡ എന്ന് പറയുന്ന അക്ഷരമാണ്. അത് ഇവിടെ ആരെ പഠിച്ചു? അത് പഠിച്ചാളൊന്ന് നോക്കട്ടെ. ഇനി ആരും ടൈപ്പ് ചെയ്യണ്ട പ്ലീസ്. ഞാൻ ചെക്ക് ചെയ്യട്ടെ. അത് ഗ്രീനിന്റെ ആൾക്കാരാണ് അടിച്ചു എന്നാണ് ഞാൻ ഫസ്റ്റ് കണ്ടത്. ഷംസുൽ ഉലമ. അത് കഴിഞ്ഞു ആമീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതാ വീണ്ടും ടൈപ്പ് ഉപ്പ് വെള്ളം. ഇതാണ് ഈ കുസൃതി എന്ന് പറയുമ്പോ അങ്ങോട്ട് ചിന്തിക്കണം. കുസൃതി ആണല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങോട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യല്ലേ. പടച്ചോനെ, ഞാൻ കുടുങ്ങിയല്ല റബ്ബേത്. ഞാൻ നമ്മളെ സ്വീപ്പ് ഉണ്ടാക്കല്ലേ, ഇതൊന്ന് കണ്ടെത്തട്ടെ. പ്ലീസ്. അത് ഒരു മിനിറ്റ്. ആരും ടൈപ്പ് ചെയ്യല്ലേ. ഫ്രീസ്. അല്ല, ഞാൻ തന്നെ കണ്ടെത്തി, ഞാൻ തന്നെ പറയുമ്പോഴാണ് അതിന്റെ ഒരു രസമുള്ളത്. അതാ നിങ്ങൾ പറയല്ലേ, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ അടങ്ങിയിരിക്കി, നമ്മൾ നോക്കാം. ഞാനത് അതെ, ഹിഷാം 1990 അല്ലേ? മനസ്സിലായില്ലേ? അതെ. ബ്ലൂവിനാണ് പോയിന്റ് പോയത്. ഹിഷാമിലൂടെ ബ്ലൂവിനാണ് പോയിന്റ് പോയിട്ടുള്ളത്. അപ്പൊ ബ്ലൂവിന് കൊടുക്കാവുന്നതാണ്. ഹിഷാമിലൂടെ അത് ഡ എന്നുള്ള അക്ഷരമാണ്. കടലിന്റെ നടുവിൽ, കടൽ എന്നെഴുതിയാൽ അതിന്റെ നടുവിൽ കാണുക ഡ എന്ന് തന്നെയാണ്. അത് ബ്ലൂവിന് വേണ്ടിയിട്ട് ഹിഷാമാണ് നേടിയിട്ടുള്ളത്. ഹിഷാം ബ്ലൂവിന് വേണ്ടി നേടിയിട്ടുണ്ട്. അതാണ് ശരിയായത്. ഹിഷാം 1990. അതിനുശേഷമാണ് മൻസൂർ അടിച്ചിട്ടുള്ളത്. ഡ പോയിന്റ് കൊടുത്തില്ലേ? 6 12 14. അതെ. 15ാമത്തെ ചോദ്യം വരുന്നു. ഒരു സംഘടനാ ചോദ്യമാവട്ടെ പ്ലീസ്, ഒരു സംഘടനാ ചോദ്യമാവട്ടെ. നമുക്കറിയാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഥമ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു. അതേപോലെ തന്നെ സമസ്തയുടെ പ്രഥമ ജനറൽ സെക്രട്ടറി ആരായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു അല്ലേ? എങ്കിൽ എന്റെ ചോദ്യം നമുക്കറിയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ അല്ലേ? നമുക്കറിയാം മുഅല്ലിമീങ്ങളുടെ സംഘടനയാണ്. എന്റെ ചോദ്യം ഇതാ വരുന്നു, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പരീക്ഷാ ബോർഡിന്റെ ചെയർമാൻ ആരാണ്? നിലവിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പരീക്ഷാ ബോർഡ് ചെയർമാൻ ആരാണ്? നിലവിൽ ആരാണ്? ആദ്യം എന്നല്ല ഞാൻ ചോദിച്ചാൽ ഇപ്പോഴാരാണെന്നാണ് ചോദ്യം. അബ്ദുസലാം ഉസ്താദാണ്. ബാബ മുസ്ലിയാർ പടച്ചോൻ അള്ളാഹു തആല സ്വർഗീയ ലോകത്ത് ഉയർന്ന പദവി കൊടുക്കട്ടെ. മൂപ്പര് വഫാത്തായിലൊട്ടിയ ബാവുദ്ദീൻ ഉസ്താദാണെന്ന് അമീർ സാഹിബ് പറയുന്നുണ്ട്. PKP ഉസ്താദാണെന്ന് സുബുമോൻ പറയുന്നുണ്ട്. അബ്ദുസലാം മുസ്ലിയാരാണെന്ന് പറയുന്നുണ്ട്. അബൂബക്കർ എന്ന് ദാറുൽ എന്ന് പറയുന്നുണ്ട്. ഏത് അബൂബക്കറാണെന്ന് അറിയില്ല. വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ വൺമാൻ ഷോ നടത്തുന്ന അബൂബക്കറാണോ എന്നറിയില്ല. തങ്ങളാണെന്ന് പറയുന്നുണ്ട്. കോട്ടുമലയാണെന്ന് പിണങ്ങോടാണെന്നും പറയുന്നുണ്ട്. പിണങ്ങോട് അബൂബക്കറാണെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്നാൽ ശരിയായ ഉത്തരം ഇവിടെ വന്നു കഴിഞ്ഞു. അത് സിദ്ദീഖ് കരിമ്പ്രയിലൂടെ ചെറുശ്ശേരി ഉസ്താദ്, ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് എന്നാണ്. മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് എന്ന ശരിയായ ഉത്തരത്തിലൂടെ കസ്റ്റമർ ഇല്ലാത്ത സമയം നോക്കി സിദ്ദീഖ് കരിമ്പ്ര ശരിയായ ആൻസർ ടൈപ്പ് ചെയ്തിരിക്കുന്നു. മബ്റൂഖ്. പങ്കെടുത്ത എല്ലാ ആളുകൾക്കും അഭിനന്ദനങ്ങൾ. അതിന്റെ ശരിയായ ഉത്തരം ഉത്തരത്തിന്റെ പോയിന്റ് പോകുന്നത് ബ്ലൂവിനാണ്. ബ്ലൂ 7, ഗ്രീൻ 8. കെടാക്കട മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1 പോയിന്റ് കൂടി നേടിയാൽ ബറാബറായി വരും ഇൻഷാ അല്ലാഹ്. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഒരു ജനറൽ ചോദ്യമാണ്. നമുക്കറിയാം നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് വായിലൂടെയാണ്. എന്നാൽ പണ്ടൊരു ഒരു അമേരിക്കക്കാരനും ഒരു ചൈനക്കാരനും ഒരു ഇന്ത്യക്കാരനും കണ്ടുമുട്ടിത്തറ ഒരു മനസ്സിലായില്ലേ? ശ്രദ്ധിക്കണം കേട്ടാ, ചോദ്യം എങ്ങനെ വരും. അപ്പോ ഒരു അമേരിക്കക്കാരനും ഒരു തമാശ പറയാറുണ്ട്. തമാശയാണ്. ഒരു അമേരിക്കക്കാരനും ഒരു ചൈനക്കാരനും ഒരു ഇന്ത്യക്കാരനും കണ്ടുമുട്ടിയെന്ന്. അപ്പോ അമേരിക്കക്കാരൻ പറഞ്ഞത്ര, ഞങ്ങളൊരു ഒരു മിസൈൽ അങ്ങോട്ട് വിട്ടാൽ വളരെ കറക്റ്റ് പോയിന്റിലാണ് വന്ന് വീഴുക. വളരെ കറക്റ്റ് പോയിന്റിലാണ്. ശ്രദ്ധിക്കണേ, കഥയിൽ മയങ്ങി പോകരുത്. കറക്റ്റ് പോയിന്റിലാണ്. അപ്പൊ ഇന്ത്യക്കാരൻ ചോദിച്ചാലോ കറക്റ്റ് പോയിന്റിലാണോ ചോദിച്ചു. വളരെ കറക്റ്റ് ആണ്. നിങ്ങൾ ഉദ്ദേശിച്ച കറക്റ്റ് പോയിന്റ് ആയിരിക്കുമോ എന്ന് ചോദിച്ചു. ഇല്ല, 1-2 ഇഞ്ചൊക്കെ മാറ്റം ഉണ്ടാകും. വളരെ കറക്റ്റ് ആയിരിക്കും. അത് ശരി. അപ്പൊ ചൈനക്കാരൻ പറഞ്ഞു, ഞങ്ങളൊരു ബോംബ് അങ്ങോട്ടിട്ടാൽ വളരെ കറക്റ്റിലായിരിക്കും. അപ്പൊ നമ്മൾ ഇന്ത്യക്കാരൻ ചോദിച്ചു, അത് ശരി, അങ്ങനെയാണോ? വളരെ കറക്റ്റ് ആണോ ചോദിച്ചു. വളരെ കറക്റ്റ് ആണ്. എന്നാലും 1-2 ഇഞ്ചൊക്കെ വ്യത്യാസം ഉണ്ടാകും. അതൊന്നൊരു പ്രശ്നമല്ലല്ലോ. അപ്പൊ ഇന്ത്യക്കാരൻ പറഞ്ഞു, അത്ര ഇതൊന്നൊരു വലിയ സംഭവമൊന്നുമല്ല, ഇതൊന്നൊരു വലിയ അതെന്താന്ന് ചോദിച്ചു. ഞങ്ങളെ നാട്ടിലൊക്കെ ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് മൂക്കിലൂടെയാണ്. വളരെ കറക്റ്റ് ആണോ? മൂക്കിലൂടെ തന്നെയാണ്. വല്ലാതെ ചോദിച്ചാൽ പോണത്രേ 1-2 ഇഞ്ചൊക്കെ വ്യത്യാസം ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ വായിക്കൂടെ ആയല്ലോ. എന്നാൽ എന്റെ ചോദ്യം വരുന്നു, മൂക്കിന്റെ സഹായത്താൽ ഭക്ഷണം കഴിക്കുന്ന ജീവി ഏതാണ്? മൂക്കിന്റെ സഹായത്താൽ ഭക്ഷണം കഴിക്കുന്ന ജീവി ഏതാണെന്നാണ് എന്റെ ചോദ്യം. നീർനായി, ആന, എന്തൊക്കെയാ വരുന്നത്? ആന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിയായ ഉത്തരം ഖുറത്തുൽ ഐനിലൂടെ അത് ഗ്രീൻ നേടിയെടുത്തു. ആന എന്ന് ശരിയായ അദ്ദേഹം ആദ്യം ടൈപ്പ് ചെയ്തു എന്നാണ് ചോദ്യത്തിന്റെ പോക്ക് അദ്ദേഹത്തിന് മനസ്സിലായി എന്നാണ് മനസ്സിലാകുന്നത്. മുഹമ്മദ് കുട്ടിക്ക ചിരിക്കുന്നതിന്റെ മുമ്പേ ഖുറത്തുൽ ഐൻ ആന എന്നടിച്ചു. ഗ്രീനാണ് പോയിട്ടുള്ളത്. ഗ്രീനിന് 9 പോയിന്റായി. 2 പോയിന്റിന്റെ വ്യത്യാസത്തിൽ ബ്ലൂ തൊട്ട് പിന്നാലെയുണ്ടെങ്കിലും ഇനി എത്ര ചോദ്യമുണ്ട്? ഒരു ഇഷാബോർഡ് ചെയർമാൻ ചോദിച്ചല്ലോ, മൂക്കിന്റെ സഹായത്താൽ ഭക്ഷണം കഴിക്കുന്നു ചോദിച്ചു. എത്ര ചോദ്യമായി? ഇനി 4 ചോദ്യം വേണം. 1, 2, 3, 4 4 ചോദ്യം. അപ്പൊ ഇവിടുത്തെ ചോദ്യങ്ങൾ കഴിഞ്ഞോ? 5 ചോദ്യം ഉണ്ടല്ലോ. ഇനി 5 ചോദ്യമാണല്ലോ. ഇനി 5 ചോദ്യം വേണ്ടേ? 17ആയി. 17, 3,
3, 20, 21 5 ചോദ്യം ഉണ്ടാവും കേട്ടോ. 5 ചോദ്യം ഉണ്ടാവും. 21 ഖുറത്തുൽ ഐൻ ഞങ്ങളുടെ റൂമിലാണോ? അല്ലല്ല, ഖുറത്തുൽ ഐൻ എന്റെ റൂമിൽ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അങ്ങനെ 5 ചോദ്യം ഉണ്ട്. ഇല്ല 5 എണ്ണല്ലേ? ഇനി 5 എണ്ണല്ലേ? 5 ചോദ്യം ഉണ്ടാവില്ലേ? ഏതാവട്ടെ, ഞാൻ ചോദിക്കാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. അടുത്ത ചോദ്യം. നമുക്കറിയാം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ധാരാളം മുസ്ലിമീങ്ങൾ ഷഹീദായിട്ടുണ്ട്. എന്നാൽ എന്റെ ചോദ്യം, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, കുസൃതികളിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ എന്റെ ചോദ്യം, ചിലപ്പോൾ കുസൃതിയൊക്കെ വന്നോടായില്ല. എന്റെ ചോദ്യം ശ്രദ്ധിക്കണേ. സ്വാതന്ത്ര്യ സമര നായകനായിരുന്ന വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി, നമുക്കറിയാം വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്നത് എവിടെ വെച്ചാണ്? ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്നത് എവിടെ വെച്ചാണ് എന്നാണ് അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റുകൊണ്ട് കറക്റ്റ് സ്ഥലം പറയണം. അത് കറക്റ്റ് സ്ഥലം വന്നു കഴിഞ്ഞു. മലപ്പുറം കോട്ടക്കുന്ന് എന്ന് തന്നെ ബഷീർ 2003 അടിച്ച് ഗ്രീനിനോടൊപ്പം എത്താനുള്ള ശക്തമായ ശ്രമം പൂക്കോട്ടുമല്ല, കോട്ടക്കുന്ന് തന്നെ, പാണ്ടിക്കാടല്ല, കോട്ടക്കുന്ന് എന്ന് തന്നെ വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് ബഷീർ 2003 ചിറകിലേറിയിട്ടാണ് കോട്ടക്കുന്ന് നടിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. വലൈക്കും സലാം. പോവുകയാണല്ലേ? ജമാലുദ്ദീൻ കെ പോവുകയാണെന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പൊ ഇൻഷാ അല്ലാഹ് പോയിക്കോളി. അപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അത് ബ്ലൂവിന് പോയിട്ടുണ്ട്. ഇനി എന്റെ ചോദ്യം കുസൃതി വേണോ? വേണ്ടല്ലോ അല്ലേ? കുസൃതി വേണ്ട. കടലിന്റെ നടുവിലൊക്കെ ചോദിച്ചു. 2:45 അല്ലേ? ഇവിടെ 2:45. കുസൃതി നമുക്ക് ചോദിക്കുന്നത് ഇനി 1, 2, 3. ഇനി 3 ചോദ്യം ബാക്കി അല്ലേ? എല്ലാരും പോകാം. എല്ലാരും പോകണേ പോയിക്കോളി, നോ പ്രോബ്ലം. ഉള്ളവരേറ്റ് നമുക്ക് നോക്കാം. ഇനി എന്റെ ചോദ്യം, നെക്സ്റ്റ് എന്റെ ചോദ്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്റെ ചോദ്യം, നമുക്കറിയാം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ക്വസ്റ്റ്യൻ ക്വിസ് മാസ്റ്റർക്ക് 0 അല്ലേ? ക്വിസ് മാസ്റ്റർക്ക് ഒന്നും വേണ്ട, എല്ലാം അവര് പറയുമ്പോഴാണ് അതിന്റെ വലുപ്പം. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കിട്ടാത്ത കുറെ ചോദ്യം ഉണ്ടാക്കി വന്നാൽ പോരാ. അതും ശരിയല്ല. എല്ലാം ഓഡിയൻസ് പിന്നെ മത്സരാർത്ഥികൾ പറയണം. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വളരെ കറക്റ്റായിട്ട് വളരെ കട്ടിയുള്ളൊരു ചോദ്യം ഉണ്ടാക്കാം. അത് വേണ്ട, ആവശ്യമില്ലല്ലോ. എന്റെ ചോദ്യം, നമുക്കറിയാം നമ്മൾ എപ്പോഴും ആദരിക്കുന്ന ഈ സമൂഹത്തിലെ പാവപ്പെട്ടവരോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ ആത്മീയ ലോകത്തെ ജ്യോതിർഗോളങ്ങളായിട്ടുള്ള പാണക്കാട് കുടുംബത്തെ സംബന്ധിച്ച് നമുക്കറിയാം. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, ഇവരെ ഒക്കെ നമുക്ക് അടുത്ത് പരിചയമാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വലിയ ഉന്നതമായ ബിരുദങ്ങൾ നേടിയിട്ടുണ്ട്. അദ്ദേഹം വിദേശത്ത് നിന്നൊരു ബിരുദം നേടിയിരുന്നു. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വിദേശത്ത് നിന്നൊരു ബിരുദം നേടിയിരുന്നു. അത് മിസ്റിലെ ലോകോത്തര സർവകലാശാല അൽ അസ്ഹറിൽ പോയിട്ട് അസ്ഹരി ബിരുദമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. വളരെ അപൂർവം ചില ആളുകൾക്കാണ് കേരളത്തിൽ എന്ന കാലഘട്ടത്തിൽ അത് കഴിഞ്ഞിട്ടുള്ളത്. അത് അസ്ഹരി ബിരുദമാണ്. പൂവാടൻ മൊയ്തീൻ മുസ്ലിയാരുടെ ശിക്ഷണത്തിൽ തലക്കടത്തൂരിൽ ഓതിപ്പടിച്ച്, കാനാഞ്ചേരിയിൽ ഓതിപ്പടിച്ച് ബഹുമാനപ്പെട്ട പാണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മിസ്റിലെത്തി. അങ്ങനെ അവിടെ നിന്ന് അസ്ഹരി ബിരുദം നേടി അവിടെ തന്നെ അധ്യാപകനാവാനുള്ള ശ്രമം നടത്തിയപ്പോ എനിക്ക് ഇത്ര ശമ്പളമുണ്ട്, ശമ്പളം ഞാൻ അയച്ചു തരാം, ഞാൻ ഈ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ തുടരണമെന്ന് പറഞ്ഞപ്പോ നമുക്ക് കോയമോനെ മതി, കോയമോന്റെ ശമ്പളം വേണ്ട എന്ന് അദ്ദേഹത്തിന്റെ പിതാവ് പാണക്കാട്ടെ പൂക്കോയത്തങ്ങൾ PMS പൂക്കോയത്തങ്ങൾ പറയുകയുണ്ടായി. എന്നാൽ എന്റെ ചോദ്യം, പ്ലീസ് നോട്ട്, എന്റെ ചോദ്യം പൂക്കോയത്തങ്ങളുടെ യഥാർത്ഥ പേരെന്താണ്? എന്റെ ചോദ്യം വളരെ സിമ്പിൾ. പൂക്കോയത്തങ്ങളുടെ യഥാർത്ഥ പേരെന്താണ്? ഇത്രയും ടൈപ്പ് ചെയ്യുന്നില്ല പലരും. എല്ലാവരും എന്താ ഉണ്ടായിരിക്കണത്? മുത്തുക്കോയ എന്നടിച്ചിട്ടുണ്ട്. പാണക്കാട്ടെ പൂക്കോയത്തങ്ങളെ പേരറിയാത്ത ആൾക്കാരോ? പഠിച്ച റബ്ബേ. മുസ്തഫ സയ്യിദ് അലവി എന്ന് പഠിച്ചവരുണ്ട്, സൈനുൽ ആബിദീൻ എന്ന് അടിച്ചിട്ടുണ്ട്, മുത്തുക്കോയ എന്ന് അടിച്ചിട്ടുണ്ട്.
പാണക്കാട്ട പൂക്കോയ പേരാ ഞാൻ ചോദിച്ചുള്ളത്. അബ്ദുറഹ്മാൻ സയ്യിദ് അഹമ്മദ് പൂക്കോയ എന്നടിച്ചിട്ടുണ്ട്, അഹമ്മദ് എന്നടിച്ചവരുണ്ട്. ഇപ്പൊക്കെ നോക്കി കണ്ടെത്തിയിട്ടൊക്കെ വരികയാണ് ഓരോരുത്തർ. യഥാർത്ഥത്തിൽ ചോദിച്ച സമയത്ത് പലർക്കും ഓർമ്മ ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ പുതിയ മാളിയേക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങളാണ്. ശരിയായ ഉത്തരം. കസ്റ്റമറില്ലാത്ത നേരം കിട്ടിയപ്പോ വീണ്ടും സിദ്ദീഖ് കരിമ്പ്രയിലൂടെ ഗ്രീനിനോടൊപ്പം നിന്നിരിക്കുന്നു. ബ്ലൂ സിദ്ദീഖ് കരിമ്പ്രയിലൂടെ PMSA എന്ന് പറഞ്ഞതിന്റെ ഫുൾ ഫോം പുതിയ മാളിയേക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങൾ എന്നാണ്. അഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര്. പുതിയ മാളിയേക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങളാണ്. അത് ബ്ലൂ നേടിയിരിക്കുന്നു ബറാബർ 9-9-18. മാഷാ അല്ലാ. ആരും ഇനി ID മാറിപ്പോകരുത്. കാലുമാറ്റം അനുവദനീയമല്ല. 9-9 ബ്ലൂ കടപിടിച്ചിരിക്കുന്നു. എങ്കിൽ എന്റെ ചോദ്യം ഒരു കുസൃതി ചോദ്യമാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കുസൃതി ചോദ്യം. കുസൃതി എന്നല്ല, വളരെ ബുദ്ധിപരമായിട്ട് മറുപടി പറയേണ്ടതാണ്. നിങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഒരു മദ്രസയിൽ ശ്രദ്ധിക്കണേ, ഞാനൊരു ഒരു ചോദ്യം ഞാൻ പറയും. ശ്രദ്ധിക്കണേ. ഒരു മദ്രസയിൽ ഒരു അധ്യാപകൻ വന്നു. പുതുതായി ഒരു അധ്യാപകൻ ചാർജ് എടുത്തു. അദ്ദേഹം നല്ല ചെറുപ്പക്കാരനായ ഒരു അധ്യാപകനാണ്. നല്ല അധ്യാപകനാണ്. അല്ല, ചോദ്യം വരും, എല്ലാം ശ്രദ്ധിച്ചിരുന്നോളാം. അധ്യാപകൻ നന്നായി ക്ലാസ് എടുക്കുന്ന ആളാണ്. അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ താല്പര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ അധ്യാപകന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയാണ് എന്നോട് പറയേണ്ടത്. വളരെയധികം ശ്രദ്ധിക്കണം. അദ്ദേഹം കസേര ഇട്ട് കൊടുത്താൽ അദ്ദേഹം ഇരിക്കും, നേരെ മറിച്ച് സ്റ്റൂൾ ഇട്ട് കൊടുത്താൽ അദ്ദേഹം ഇരിക്കൂല. എന്തുകൊണ്ടാണത് എന്നാണ് എനിക്കറിയേണ്ടത്. ക്ലാസ്സിലെ അധ്യാപകൻ കസേര ഇട്ട് കൊടുത്താൽ ഇരിക്കും, നേരെ മറിച്ച് സ്റ്റൂൾ ഇട്ട് കൊടുത്താൽ അദ്ദേഹം ഇരിക്കില്ല. എന്തുകൊണ്ട് എന്നാണ് എന്റെ ചോദ്യം. എന്തുകൊണ്ടാണ് എന്റെ ചോദ്യം? ഉത്തരം വന്നു കഴിഞ്ഞു. തടി കൂടിയിട്ട് അത് കാലില്ലാത്തത് കൊണ്ട്. ശരിയായ ഉത്തരം ഇവിടെ ഇനി ടൈപ്പ് ചെയ്യുന്നില്ല ആരും. സംഗതി ശരിയായ ഉത്തരം വന്നിട്ടുണ്ട്. സ്റ്റൂൾ മീൻസ് അല്ലല്ല. നോ അങ്ങനൊന്നും പറയാൻ പാടില്ലല്ലോ. അങ്ങനെ നമ്മൾ ചോദിക്കൂല. ശരിയായ ഉത്തരം ഇവിടെ വന്നു കഴിഞ്ഞു. ശരിയായ ഉത്തരം ഇവിടെ അടിച്ചിട്ടുള്ളത് പിന്നെ ഖുറത്തുൽ ഐനിലൂടെ വീണ്ടും ഗ്രീൻ. അതിന്റെ ശരിയായ ഉത്തരം ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു അറിഞ്ഞില്ല. അധ്യാപകൻ കസേര ഇട്ടുകൊടുത്താൽ അദ്ദേഹം ഇരിക്കും, നേരെ മറിച്ച് സ്റ്റൂൾ ഇട്ടാൽ നാൾ. സ്റ്റൂള് മറിച്ചിട്ടാൽ എവിടെ ഇരിക്കുക? എന്താണ് പടച്ചോനെ, മറിച്ചായതുകൊണ്ടാണ്. മറിച്ച് സ്റ്റൂൾ ഇട്ടാൽ ഇരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അദ്ദേഹം ഇരിക്കാറില്ല എന്നുള്ളതാണ് ശരി. അത് ഖുറത്തുൽ ഐനിലൂടെ ഗ്രീൻ 10 പോയിന്റ്. നേരെ മറിച്ച് സ്റ്റൂൾ ഇട്ടാൽ ഒരധ്യാപകനും ഇരിക്കാൻ പറ്റില്ല. ഇതാ ബറാബറിൽ വരാൻ പോകുന്നു. ഗ്രീൻ 10. ഒരേ ഒരു ചോദ്യം ബാക്കി ഉണ്ടാകുമ്പോൾ ഗ്രീൻ 10 ബ്ലൂ 9. ഇനി എങ്ങാനും ബ്ലൂ അടിച്ചാൽ ബറാബറാണ്. ബറാബർ വന്നാൽ 3 ചോദ്യം മാത്രം ഉണ്ടാകും. അതിൽ ജയിച്ചിട്ടില്ലെങ്കിൽ മത്സരം നാളത്തേക്ക് മാറ്റിവെക്കുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആ ചോദ്യം എന്റെ ചോദ്യം ഇപ്പോൾ ബോധ്യമായി. ഖുറത്തുൽ ഐൻ താങ്കളുടെ റൂമിൽ തന്നെ. നിനക്കറിയില്ല കേട്ടോ ഖുറത്തുൽ ഐൻ എവിടെയാണെന്ന് അറിയണം. പോയിന്റ് എത്ര ഉസ്താദെ? കാൽ പറയുന്നതാ നേരെ പറഞ്ഞേ. ബ്ലൂവിന് ഇപ്പോ 10-9 എന്നുള്ളതിലല്ലേ? നേരെ മറിച്ച് സ്റ്റൂൾ ഇട്ടിട്ട് നിങ്ങൾ മറിക്കണ്ട കേട്ടോ. 10-9 നോക്കിക്കോളൂ. ഗ്രീൻ 10 നമ്മളെ ഹെഡിങ്ങിൽ അതാ കാണുന്നു. ഗ്രീൻ 10 ബ്ലൂ 9. അത് ശരി തന്നെയാണ്. ബാനർ നോക്കൂ. 10-9 10.
ഇനി 2 ചോദ്യം ഉണ്ട് അല്ലേ? ഇനി 2 ചോദ്യം ഉണ്ട്. അത് ശരിയാ, 20ഉം 21ഉം ഉണ്ട്. 2 ചോദ്യം, 2 ചോദ്യം. അപ്പൊ നോക്കിക്കോളെ ഇൻഷാ അല്ലാ. ഗ്രീൻ കമ്പനി കമ്പ്യൂട്ടറാ, ഒരേ കമ്പനി. ഓക്കെ ഇൻഷാ അല്ലാ. നെക്സ്റ്റ് ചോദ്യം. ശരി, നെക്സ്റ്റ് ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഞാൻ കൂടുതൽ പറയുന്നില്ല. നമുക്കറിയാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സംഘടനാ ചോദ്യമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചിട്ടുള്ള ഒരു മഹത്തായ സംഘടനയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ. സുന്നി മഹല്ല് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ കേരളത്തിൽ, ശ്രദ്ധിക്കണേ, കേരളത്തിൽ എന്നല്ല ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു പ്രശസ്ത മതകലാലയം ഉണ്ട്. ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു മത കലാലയമുണ്ട്. അതെ, ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റി, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണത് എന്ന് സുബുമോൻ പറയുന്നു. അത് ശരിയാണ്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ. മഹല്ലുകളുടെ കോർഡിനേഷനാണത്. മഹല്ലുകൾ സമസ്തയുടെ കീഴിൽ അംഗീകാരം നൽകിക്കൊണ്ട് സമസ്തയുടെ കീഴിൽ അണിനിരത്തുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശ്യം. എന്നാൽ എന്റെ ചോദ്യം പ്ലീസ് നോട്ട്, എന്റെ ചോദ്യം, സുന്നി മഹല്ല് ഫെഡറേഷൻ അംഗീകരിച്ച ആദ്യ മഹല്ല് ഏതാണ്? അതാണ് എന്റെ ചോദ്യം. സുന്നി മഹല്ല് ഫെഡറേഷൻ ആദ്യമായി അംഗീകരിച്ചിട്ടുള്ള മഹല്ല് ഏതാണ് എന്നാണ് എന്റെ ചോദ്യം. SKSFന്റെ ആദ്യ ശാഖ പാലത്തിങ്ങലാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ആദ്യം മാഷാ അല്ലാ അതിവിടെ വന്നു കഴിഞ്ഞു. തിരൂരങ്ങാടി, വാളക്കുളം, ചെമ്മാട്, മർക്കസ്, പട്ടിക്കാട്, വാളക്കുളം എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് നമ്മുടെ ഇരിങ്ങല്ലൂരിലൂടെ, അമീർ ഇരിങ്ങല്ലൂർ സാഹിബിലൂടെ പാണക്കാട് എന്ന യഥാർത്ഥ ഉത്തരം വന്നു കഴിഞ്ഞു. അമീർ ഇരിങ്ങല്ലൂരിലൂടെ ബ്ലൂ ഒരു പോയിന്റ് കൂടി നേടുന്നു, ഗ്രീൻ ഒരു പോയിന്റ് കൂടി നേടുന്നു. ഫസു എന്റെ ആത്മാർത്ഥ സുഹൃത്ത്, ഗ്രീൻ ഒരു പോയിന്റ് നൽകാവുന്നതാണ്, മാർക്ക് ചെയ്യേണ്ടതാണ്. ഗ്രീൻ 11, ബ്ലൂ 9. ഗ്രീൻ ഇപ്പോൾ വിജയത്തിലേക്ക്, അവർക്ക് ഒരേ ഒരു ചോദ്യം ബാക്കി നിൽക്കുമ്പോ അവർ വിജയിക്കാനുള്ള സാധ്യത കാണുന്നു. അത് വിജയിച്ചു എന്ന് തന്നെ പറയാം. ഇപ്രാവശ്യം ഗ്രീൻ ഒരുങ്ങി വന്നതാണ്. ഇനി ഒരു ചോദ്യം കൂടി ആവട്ടെ, ഒരു കുസൃതി ചോദ്യം ഞാൻ ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 21ാമത്തെ ചോദ്യം പെട്ടെന്ന് ചോദിക്കുന്നു, പെട്ടെന്ന് ആൻസർ ചെയ്യണം. നിങ്ങൾക്ക് ആൻസർ അറിയാമെന്ന് എനിക്കറിയാം. പെട്ടെന്ന് ചോദിക്കണം, പെട്ടെന്ന് പറയണം. 2 കാലും ചെവിയിൽ വെക്കുന്നതാരാണ്? 2 കാലും ചെവിയിൽ വെക്കുന്നതാരാണ്? എന്റെ ചോദ്യം അതാണ്. 2 കാല് അത് രണ്ടും ചെവിയിൽ വെക്കുന്നതാരാണ് എന്നാണ് എന്റെ ചോദ്യം. എല്ലാവർക്കും അറിയാം, കണ്ണടയാണെന്ന് എല്ലാവരും പറയുന്നു. അത് ശരിയാണ്. കണ്ണട 2 കാലും ചെവിയിലാണ് വെക്കുന്നത്. അത് ഖുറത്തുൽ ഐനിലൂടെ വീണ്ടും ഗ്രീൻ വ്യക്തമായി അവർ തുടക്കം മുതൽ അവർ നിലനിർത്തിയ 2 പോയിന്റിന്റെ വ്യത്യാസം അവർ അവസാനം വരെ ബറാബറൊക്കെ ആയെങ്കിലും അവസാനം ഓടി കിതച്ചവർ നേടിയെടുത്തിരിക്കുന്നു ഗ്രീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പങ്കെടുത്ത ആളുകൾക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നിങ്ങൾക്കൊക്കെ ഇതിലൂടെ വല്ലതും കിട്ടിയെങ്കിൽ അൽഹംദുലില്ലാ, ഞാൻ ധന്യനായി. അതെന്റെ ഉസ്താദുമാരുടെ ഗുരുത്വവും പൊരുത്തവും അവർക്ക് അവകാശപ്പെട്ടതുമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വല്ല പാകപ്പഴവുകളും വന്നിട്ടുണ്ടെങ്കിൽ അത് എന്റേത് മാത്രമാണ്, എന്റെ വ്യക്തിപരമായത് മാത്രമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പാർട്ടിസിപ്പേറ്റ് ചെയ്ത, ഇതിൽ പങ്കെടുത്ത, ഇതിൽ ഹാജരായിട്ടുള്ള, ഇതിന് പ്രോത്സാഹനം നൽകിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബിജാഹി സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗ്രീൻ 12 പോയിന്റും ബ്ലൂ 9 പോയിന്റും നേടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇപ്രാവശ്യം ബ്ലൂ അല്പം പുറകോട്ട് പോയെങ്കിലും അടുത്തതിൽ ഉഷാറായി വരുമെന്നാണ്, വളരെ ഉഷാറായി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് പുതുതായി വല്ല അറിവും കിട്ടിയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇൻഷാ അല്ലാ വ്യക്തിഗത ചാമ്പ്യൻ ഖുറത്തുൽ ഐൻ തന്നെ ആവാനാണ് സാധ്യത. അദ്ദേഹമാണ് കൂടുതൽ അടിച്ചത്. ഖുറത്തുൽ ഐൻ അദ്ദേഹത്തിന്റെ നാട് എവിടെയാണ്? അദ്ദേഹം നമുക്കൊന്ന് പരിചയപ്പെടുത്തിയാൽ വളരെ നന്നായിരുന്നു. സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ. ക്വിസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.